ഒരു മിനിറ്റ് ബ്രദറെ, അതൊന്ന് നോക്കട്ടെ. 2657B അതില് ആ വേർഡ് അഡൾട്ടറി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ബോബി ബ്രദറിന്റെ മൈക്ക് ഓപ്പൺ ആണ്, പക്ഷെ സൗണ്ട് കേൾക്കുന്നില്ല. ഇല്ല സോറി. സുനിൽ ഡോക്ടറെ ഒന്നുകൂടെ പറഞ്ഞ് ഞാനിവിടെ നോക്കാം, എളുപ്പമുണ്ടല്ലോ. സഹി മുസ്ലിം 2657B, ബി ഫോർ ബോൾ. 2657 ബി ഫോർ ബോൾ. സഹി മുസ്ലിം ആണ്. ഓക്കെ. Verily Allah has fixed the very portion of the adultery. അതല്ലേ? അതെ, അത് തന്നെ. അത് മലയാളത്തില് ട്രാൻസ്ലേഷൻ ആണ്. ഇപ്പൊ പറയാം. അതായത് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോ ഒരു മിനിറ്റ്, ആദ്യത്തെ സെന്റൻസ് ഒരു മനുഷ്യൻ ഏർപ്പെടേണ്ട വ്യഭിചാരത്തിന്റെ അംശം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. കണ്ണിന്റെ അതുകൂടെ വായിക്കണോ? കണ്ണിന്റെ വ്യഭിചാരം കാമമായ നോട്ടമാണ്. നാവിന്റെ വ്യഭിചാരം ദ്രോഹപരമായ സംസാരമാണ്. ഹൃദയം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് ഭാഗങ്ങൾ പ്രാബല്യത്തിൽ വന്നേക്കാം, അല്ലെങ്കിൽ പ്രാവർത്തികമാക്കില്ല. അതൊരു പക്ഷെ ചിലപ്പോൾ പ്രാബല്യത്തിലായേക്കാം, അല്ലെങ്കിൽ പ്രാബല്യം ആയേക്കുകയില്ല എന്നാണ്. അത് പാർട്സിന്റെ കാര്യമാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു മനുഷ്യൻ ചെയ്യേണ്ട വ്യഭിചാരം എത്രയാണെന്നുള്ളത് അള്ളാഹു ഓൾറെഡി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം. എന്നുള്ളത് അദ്ദേഹം എക്സാക്ട്ലി. അപ്പൊ ലാഹ് തീരുമാനിച്ചു വെച്ച ഒരു സംഗതി മനുഷ്യനെ തെറ്റിക്കാൻ പറ്റുമോ? അത് ഭയങ്കര ശുർക്കാവില്ലേ? ശുർക്കല്ല, മറ്റേ തെറ്റാവില്ലേ? ലാഹ് തീരുമാനിച്ചേക്കുന്നത്. ലാഹയുടെ തീരുമാനം നമ്മൾ അംഗീകരിക്കണം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ ആ തീരുമാനത്തിന് എതിര് നമ്മള് സംസാരിക്കാനോ നമ്മള് പ്രവർത്തിക്കാനോ പാടില്ല. തീരുമാനം. ഡോക്ടറെ, ഇത് സഹിഹായ ഒരു ഹദീസാണ്. നമുക്ക് തള്ളിക്കളയാനോ മാറ്റിക്കളയാനോ പറ്റില്ല. ഇല്ല, മാറ്റാൻ പറ്റില്ല. അത് ഈ മിഷ്കാത്തൽ മസ്ലി 86 88 വായിച്ചു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എത്ര പോർഷൻ ഓഫ് ഫോർണിക്കേഷൻ എത്ര ചെയ്യേണ്ടത്. പിന്നെ റിയാദ് സലിഹീൻ 1622, റിയാദ് അസ് സലിഹീൻ 1622. Law has written the very portion. ഒരു മിനിറ്റ് സുനിൽ ബ്രദറെ, അതിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം മനസ്സിലായി ബ്രദറെ ഈ വായിച്ചതിൽ നിന്ന്. ചുമ്മാതല്ല ഉസ്താക്കന്മാർ ഇതൊക്കെ ചെയ്യുന്നത്. പിള്ളേരെ ഉപദ്രവിക്കുന്നത്, പീഡിപ്പിക്കുന്നത്, സ്കൂളില്, മദ്രസകളില്, ദർസുകളില് ഇത്ര അധികം കുഞ്ഞുങ്ങളെ
പീഡിപ്പിക്കുന്നത് അവർക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുകയല്ല ഇതൊക്കെ ചെയ്തേ പറ്റൂ എന്ന്. അവർക്ക് ദേ കാണ്ട് ഹെൽപ്പ് ഇറ്റ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതി വെച്ചിരിക്കുകയല്ലേ അള്ളാഹു, നിങ്ങൾ ഇത്ര കുട്ടികളെ പീഡിപ്പിക്കണം. ഇപ്പൊ മനസ്സിലായി, കാര്യം മനസ്സിലായി. ഓക്കെ, കണ്ടിന്യൂ. സിസ്റ്ററെ, ഇത് ഹദീസ് മാത്രല്ല, ഞാൻ 5 ആയത്തുകൾ വായിച്ചു, അതിലും ഇതന്നെ എഴുതിയേക്കണത്. Destiny has been decided regarding fornication, regarding zina, regarding sexual activity outside the marriage. All has been decided and written down 40 years before the creation of a human. അപ്പൊ പിന്നെ നമുക്ക് ചെയ്തേ പറ്റൂ. ബിക്കോസ് ലാഹയുടെ വാക്കാണ് ഏറ്റവും വലുത്, അതിനെ തെറ്റിക്കാൻ പാടില്ല. അപ്പൊ നമ്മള് ചോട്ടാ മനുഷ്യരായ ആൾക്കാര് നമ്മൾ അത് അനുസരിക്കണം, ആൻഡ് അത് സുനിൽ നേരിടണം. ബ്രദറെ, നമ്മുടെ എന്ന് പറയല്ലേ പ്ലീസ്. നമുക്ക് ചെയ്തേ പറ്റൂ. നമുക്കല്ല ഇത് മുസ്ലിങ്ങൾക്കാണ്. നമുക്ക് ചെയ്തേ അതെ പറ്റൂന്നല്ല, അതെ ഇത് അതെ ശരി. അള്ളാഹുവിന്റെ കൽപ്പന. മുസ്ലിങ്ങൾക്ക് അവർക്ക് ചെയ്തേ അതെ പറ്റൂ. അതെ മുസ്താക്കന്മാർക്ക് ഇത് അതെ ചെയ്തേ അതെ പറ്റൂ. അതുകൊണ്ടാണ് അവര് കംപ്ലൈന്റ് കൊടുക്കാത്തത്. അതുകൊണ്ടാണ് 100 പീഡനം നടന്ന 1 അരയോ ആയിരിക്കും കംപ്ലൈന്റ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം ഇതാണ്, ഇവർക്ക് എഴുതിയിരിക്കുന്ന വ്യഭിചാരത്തിന്റെ അളവ് അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ട് ചെയ്തേ പറ്റൂ. അപ്പൊ അതിനെതിരെ അവർക്ക് നിയമമൊന്നുമില്ല. ആക്ച്വലി ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്താൽ അവർക്കെതിരെ അള്ളാഹു പറയും, ഞാൻ കൽപ്പിച്ചതല്ല ഇത്രയും സിന, അതവര് ചെയ്തേ പറ്റൂ എന്നാണല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നതെന്ന് അള്ളാഹു അവരോട് ചോദിക്കും. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. ബറോസ് ബ്രദർ, അത് കിട്ടിയ നമ്മുടെ മിഷ്കാത്തൽ മസൂദി 86ഉം 88ഉം? ഓക്കെ, അത് കിട്ടണവരെ ഞാൻ അടുത്തത് വായിക്കാം. ജാമിയ അത്ത്-തിർമിദി 2786. ജാമിയ അത്ത്-തിർമിദി 2786. Every eye commits adultery. എല്ലാ കണ്ണുകളും അഡൾട്ടറി ചെയ്യും. And when the woman uses perfume and she passes by a gathering, then she is like this and that, meaning an adulteress. അപ്പൊ ഒരു സ്ത്രീ പെർഫ്യൂം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വ്യഭിചാരമാണ്. ആൻഡ് ഷീ ഈസ് എൻ അഡൾട്രസ്. ജാമിയ അത്ത്-തിർമിദി 2786. ഇനി അടുത്തത്. ഹലോ സുനിൽ ഡോക്ടറെ, കേൾക്കാം. നഹാസ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. നഹാസെ ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഒരു മിനിറ്റ്. സുനിൽ ഡോക്ടറെ മറ്റേത് വായിക്കാം കേട്ടോ. അതായത് മുസ്താഖൽ മസ്ബി. ഓക്കെ. അബൂ ഹുറൈറ ദൈവദൂതൻ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തു, മനുഷ്യൻ അനിവാര്യമായും ചെയ്യുന്ന വ്യഭിചാരത്തിന്റെ ഭാഗം ദൈവം അവന് വിധിച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ? കറക്റ്റ് ആണ് ബ്രദർ, കറക്റ്റ്, പെർഫെക്റ്റ്. അത് മിഷ്കാത്ത് അൽ മസൂദി 86. 88 വായിച്ചേ. നെക്സ്റ്റ് 88, അതുകൂടെ വായിക്കാം. ഒരു സെക്കൻഡ്. മിഷ്കാത്ത് അൽ മസൂദി 88 വായിച്ചു. Let me translate. Just a second. ഓക്കെ. ഒരു സെക്കൻഡ് ചോദിച്ചിട്ട് ഉണ്ടോ? ജോലിയിലാണോ? വായിക്കുകയാണേ. ഞാൻ വർക്കിലാ ചായ. എന്തെങ്കിലും ഉണ്ടോ? നഹാസ് വന്നിട്ടുണ്ട്. ഓ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്രീ ആവും. 5 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, ഞാൻ സുനിൽ ഡോക്ടറെ വായിക്കുകയാണെ. ഒരു യുവാവായി ഞാൻ പരസംഗം ചെയ്യാൻ ഭയപ്പെടുന്നുവെന്നും ഒരു ഭാര്യയെ വിവാഹം കഴിക്കാൻ എന്നെ പ്രാപ്തനാക്കാൻ എനിക്ക് മാർഗമില്ലെന്നും ഞാൻ ദൈവത്തിന്റെ ദൂതനോട് പറഞ്ഞു. അദ്ദേഹം എനിക്ക് ഒരു മറുപടിയും നൽകിയില്ല. അതിനാൽ ഞാൻ പറഞ്ഞത് ഞാൻ ആവർത്തിച്ചു, പക്ഷെ അദ്ദേഹം എനിക്ക് മറുപടി നൽകിയില്ല. ഞാനത് വീണ്ടും ആവർത്തിച്ചു, പക്ഷെ അവൻ എനിക്ക് മറുപടി നൽകിയില്ല. ഞാൻ ഒരിക്കൽ കൂടെ അത് ആവർത്തിച്ചു. പ്രവാചകൻ പറഞ്ഞു, അബൂ ഹുറൈറെ, നിങ്ങളുടെ വിധിയെക്കുറിച്ച്
എഴുതാനുള്ളതെല്ലാം എഴുതിയിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ സ്വയം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒരു നപുംസകത്തെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ അതേപടി ഉപേക്ഷിക്കുക എന്നാണ്. സുനിൽ ഡോക്ടർ, ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഡോക്ടർ മാറി. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ അബൂ ഹുറൈറ പിന്നെ ചോദിക്കുകയാണ്, ഞാൻ യുവാവായ ഞാൻ പരസംഗം ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു പരിതസ്ഥിതി ഇല്ല എന്ന് പറയുന്നു. അപ്പോ 2-3 പ്രാവശ്യം ചോദിച്ചിട്ടും അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. നാലാമത് വീണ്ടും ചോദിച്ചപ്പോൾ പറയുകയാണ്, അബൂ ഹുറൈറയെ കുറിച്ചുള്ള വിധി എല്ലാം നേരത്തെ തന്നെ എഴുതി വച്ചിരിക്കുന്നതാണ്. അതിനാൽ നിങ്ങൾ സ്വയം ഒരു നപുംസകത്തെ ഉണ്ടാക്കുക. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ കാര്യം അതുപോലെ ഉപേക്ഷിക്കുക. അതാണ് ഇവിടെ ഈ നപുംസകത്തെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ കാസ്ട്രേറ്റ് ചെയ്യുക, അതായത് ഈ ടെസ്റ്റിക്കിൾസ് റിമൂവ് ചെയ്ത് കളയുക. അന്നേരം കുട്ടികൾ ഉണ്ടാകത്തില്ലല്ലോ. യെസ്, അത് മാത്രമല്ല യെസ് അങ്ങനെ. ബ്രദറെ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. റിയാദ് അസ്സലിഹീൻ 1622 അതൊന്ന് എടുക്കാൻ പറ്റുമോ? അതില് നമ്മുടെ ലാഹ് ഡയറക്ഷൻ കൊടുത്തേക്കാണ് സിന ചെയ്യാനായിട്ട്, ആൻഡ് അതിലൊരു എസ്കേപ്പ് ഇല്ലാന്ന്. അപ്പൊ അതിൽ വായിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. RIYAD_SALIHIN റിയാദ് അസ് സലിഹീൻ 1622. അതും കൂടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു മിനിറ്റ് എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 അലൻ ബ്രദർ, സിന 25 മീൻസ് ഓക്കെ. ഈ സിന മീൻസ് അഡൾട്ടറി ആണോ? അതെ, അഡൾട്ടറി, അതെ. ഫോർണിക്കേഷൻ, ഔട്ട്സൈഡ് മാരേജ്. അപ്പൊ എങ്ങനെയാണ്? അതായത് സിനയുടെ ഭാഗം തന്നെ അള്ളാഹു എഴുതിയിട്ടുണ്ട്, അതൊരു മനുഷ്യൻ ആസ്വദിക്കും, അതിൽ നിന്ന് രക്ഷയില്ല. ഇതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ ട്രാൻസ്ലേഷൻ. ദാറ്റ് മീൻസ് ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഡെസ്റ്റിനി അല്ലെങ്കിൽ അവന്റെ വിധി ഓൾറെഡി എഴുതി വെച്ചിരിക്കുകയാണ്. സോ ഹി കനോട്ട് എസ്കേപ്പ് ഫ്രം ദാറ്റ്. നിങ്ങൾ ഫോർണിക്കേറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് അള്ളാഹു പറഞ്ഞേക്കുന്നത് അവിടെ, സോറി മുഹമ്മദ് പറഞ്ഞേക്കുന്നത് അവിടെ. സെക്ഷൽ ആക്ടിവിറ്റി. റിമെമ്പർ ദിസ് വേഴ്സസ്, ഞാനിപ്പോ 22-23 വേഴ്സസ് എന്റെ കയ്യിലുണ്ട്. വേഴ്സസ് അല്ല, ഹദീസുകള് 5 ആയത്തുകൾ ഞാൻ വായിച്ചു. അതിലൊക്കെ സെക്ഷൽ ആക്ടിവിറ്റിയുടെ കാര്യമാണ് പറയണത്. അത് ഓൾറെഡി എഴുതി വെച്ച് കഴിഞ്ഞു, പേനോട് എഴുതി വെച്ചു. 40 കൊല്ലം മുമ്പ് നമ്മൾ ജനിക്കുന്നതിനെക്കാട്ടും മുമ്പ്, സോറി അവര് ജനിക്കുന്നതിനെക്കാട്ടും മുമ്പ്. അപ്പൊ അതൊന്നൊരു there is no escape. അതാണ് ഈ എസ്കേപ്പ് ഇല്ല എന്നാണ് ഇപ്പൊ ബ്രദർ വായിച്ചത്, റിയാദ് സലിഹി 1622. ഇനി 22 ആയത്തുകൾ വേറെ ഉണ്ട് എനിക്ക്. 22 ആയത്തല്ല, 22 ഹദീസുകൾ. അത് കുറെ ഉണ്ട്. അത് 22 പിന്നെ നമ്മുടെ ജാമിയ തിരുമിതി. ഇപ്പൊ ഞാനൊരു മുഹമ്മദൻ, ഞാൻ എന്റെ മദ്രസയില് കുട്ടികളെ ഞാൻ റേപ്പ് ചെയ്യണു. ഓക്കെ, ഭയങ്കര മോശമായ രീതിയിൽ ഞാൻ റേപ്പ് ചെയ്യണു, ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും. ഇനി ഞാൻ വായിക്കാൻ പോണത് ജാമിയ തിരുമിതി 1930.
ജാമിയ അത്ത്-തിർമിദി 1930. മറ്റേ കുട്ടികള് ഇത് വിറ്റ്നസ് ചെയ്ത് കഴിഞ്ഞാൽ, മറ്റേ മുതിർന്ന ആൾക്കാർ ഇത് വിറ്റ്നസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ വായിച്ചു തരാം. ജാമിയ അത്ത്-തിർമിദി 1930. Whoever covers the faults of a Mohammedan, Allah will cover his faults for him in the world and the hereafter. Full stop. അപ്പൊ ഞാൻ വ്യഭിചരിക്കുന്നു, ഞാൻ കുട്ടികളെ റേപ്പ് ചെയ്യുന്നു, അങ്ങനെ ചെയ്ത് ആരെങ്കിലും ഒരു മുസ്ലിമിനെ ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ അതാണോ? അതല്ല. 1930 മോചിപ്പിക്കല്ല. 1930 ഡിഫറൻസ് ഉണ്ട്. ഇത് ഞാൻ ഇംഗ്ലീഷിലാണ് വായിക്കുന്നത്, പക്ഷെ മലയാളത്തിൽ അവര് അത് കുറച്ചൊന്ന് മയത്തിലാക്കാൻ ശ്രമിക്കും. Whoever reveals a Muslim of a burden from the burdens of world, അങ്ങനല്ലേ? Allah will relieve him of a burden from the burdens on the day of the judgment, right? അങ്ങനല്ലേ? അതെ, പക്ഷെ അത് ബർഡൻ അല്ല, കവേഴ്സ് ദി ഫോൾട്സ് ആണ് ശരിക്കും. നമ്മള് Suna.com വായിച്ചു കഴിയുമ്പോ, ഇപ്പൊ ഞാൻ ഓൾവേസ് റിഫർ ടു Suna.com, എനിക്ക് വേറെ റെഫറൻസ് ഇല്ല. അപ്പൊ അവിടെ Suna.com കിട്ടുന്നത് whoever covers the faults of a Mohammedan, Allah will cover his faults for him in this world and the hereafter. Full stop. അത് കഴിഞ്ഞിട്ട് and Allah is engaged in helping the worshipper as long as the worshipper is engaged in helping his brother. സഹിയാണിത്. അവിടെ ഉണ്ട്. ഇഹത്തിലും പരത്തിലും ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ തെറ്റുകൾ മറച്ചു വെച്ചാൽ അള്ളാഹു അവന് വേണ്ടി ഇഹത്തിലും പരത്തിലും അവന്റെ തെറ്റുകൾ മറയ്ക്കും. കിട്ടിയോ? അപ്പൊ എനിക്ക് എന്താ പേടി? ഞാൻ കുട്ടികളെ റേപ്പ് ചെയ്യണു, ഞാൻ റേപ്പ് ചെയ്യുന്നത് കാണുന്ന ആൾക്കാര് എന്നെ കാണുന്നു ഞാൻ റേപ്പ് ചെയ്യണത്. പക്ഷേ ഈ ഹദീസിന്റെ ജാമിയ അത്ത്-തിർമിദി 1930, അപ്പൊ അത് എഴുതിയേക്കണ്ട, എന്നെ കണ്ടാലും മുതിർന്ന ആൾക്കാരും ചെറിയ കുട്ടികളായാലും ആ കുട്ടികളും ആ മുതിർന്ന ആൾക്കാരും ഇത് കണ്ടിട്ട് അത് കവർ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ആരെന്നെ ഹെൽപ്പ് ചെയ്യും? ലാഹു വിൽ ഹെൽപ്പ് ഇൻ ദിസ് വേൾഡ് ആൻഡ് ഹിയർ ആഫ്റ്റർ. മറ്റേ സ്വർഗത്തിൽ പോയാലും ഹെൽപ്പ് ചെയ്യും. അതാണ് ജാമിയ അത്ത്-തിർമിദി 1930. അതായത് അള്ളാഹു വ്യഭിചാരത്തിന്റെ CEO ആണ് അല്ലേ? ഞാനിപ്പോ 5 ആയത്ത് വേണമെങ്കിൽ 22 ഹദീസ് വായിക്കാം. താങ്കളുടെ പോയിന്റ് ഹലോ, ഒറ്റ സെക്കൻഡ്. ഞാൻ യക്യൂബ് ബ്രദറിനോട് സംസാരിക്കാൻ വന്നതാണ്. അദ്ദേഹം തിരക്കിലാണെന്ന് തോന്നുന്നു. ഒരു സംശയം ചോദിച്ചിട്ട് ഇറങ്ങാൻ പോവാണ്. സുനിൽ ബ്രദറെ, അപ്പോ അള്ളാഹു ഇങ്ങനെ ഒരു കണക്കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഒരാളെ കൊണ്ട് ഇത്രയും വ്യഭിചാരം ചെയ്യിപ്പിക്കണം. അപ്പൊ നമുക്ക് അള്ളാഹുവിനെ തോപ്പിക്കാമല്ലോ. ഇവിടെ ഭൂമിയിൽ ഇരുന്നിട്ട് നമുക്ക് വ്യഭിചാരം ചെയ്യാതിരുന്നാ മതിയല്ലോ. അത് ഓട്ടോമാറ്റിക്കലി 0 ആവൂല്ലേ ആ കണക്കില്? അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ വായിച്ചത്. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഡെസ്റ്റിനി 40 കൊല്ലം മുമ്പ് പേപ്പറിൽ എഴുതി കഴിഞ്ഞു. ആ ഡെസ്റ്റിനിയിൽ നിന്ന് വള്ളി പുള്ളിയും മാറ്റാൻ പറ്റില്ല. അതാണ് മുമ്പ് വായിച്ചത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ ഹ്യൂമൻ ബീയിങ് ടു ഓവർകം destiny which has been written by Allah 40 years before my creation. നഹാസെ ഈ സൂറ 33-ന്റെ 36 എന്താണ് എഴുതിയേക്കുന്നത്? അള്ളാഹു റസൂൽ ഒരു കാര്യം തീരുമാനിച്ചാൽ
സത്യവിശ്വാസികളായ പുരുഷനോ സ്ത്രീക്കോ യാതൊരു എതിരഭിപ്രായവും പാടില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു റസൂൽ ഒരു കാര്യം തീരുമാനിച്ചേക്കുവാണ്, നിങ്ങൾ വ്യഭിചാരം ചെയ്യണം. അന്നേരം എന്തിനാണ് സത്യവിശ്വാസിയായ നഹാസ് അതിനൊരു എതിരഭിപ്രായം കാണിക്കുന്നത്? അങ്ങനെ ഒരു എതിരഭിപ്രായം കാണിച്ചാൽ നഹാസ് ഒരിക്കലും സത്യവിശ്വാസിയല്ല, അതായത് മുസ്ലിം അല്ല. അങ്ങനെയല്ല. അലം ബ്രദർ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയല്ല. സുനിൽ ബ്രദർ കറക്റ്റ് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അലം ബ്രദർ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയല്ല. അതായത് ഇസ്ലാമില് നമ്മളിപ്പോ തെറ്റ് ചെയ്യണമെന്ന് വെച്ചോ, സുനിൽ ബ്രദർ വെച്ച പോയിന്റ് ഇതാണ്. നമ്മളിപ്പോ ഒരു തെറ്റ്, അതായത് ഒരു കാഫർ ആകുന്നുണ്ടെങ്കിൽ അതിന്റെ തെറ്റ് പോലും അള്ളാഹുവിന്റെ മേലെ വരുള്ളൂ എന്നാണ് സുനിൽ ബ്രദർ പറഞ്ഞു വരുന്ന കാര്യം. മനസ്സിലാവുന്നുണ്ടോ? ഒരു കാഫറായിട്ടിരിക്കുന്നതും ഒരു മുനാഫിക്കായിട്ടിരിക്കുന്നതിന്റെ റീസൺ പോലും ഖുർആൻ അടിസ്ഥാനത്തിലും ഹദീസ് അടിസ്ഥാനത്തിലും പരിശോധിക്കുകയാണെങ്കിൽ ഇതൊക്കെ നേരത്തെ അവന്റെ ജീവിതത്തിൽ സംഭവിക്കണം എന്നുള്ളത് അള്ളാഹു നേരത്തെ എഴുതിയിരിക്കുകയാണ് എന്നാണ് സുനിൽ ബ്രദർ പറഞ്ഞത്. അലം ബ്രദർ പറയുന്ന പോയിന്റ് വേറെ പോയിന്റ്. ഓക്കെ, അതാണ് ഞാൻ ചോദിച്ചത്. അതിന് നമ്മൾ തെറ്റ് ചെയ്യാതിരുന്ന പോരെ? അവിടെ ഓട്ടോമാറ്റിക്കലി ആ അതെങ്ങനെ പറ്റും? അള്ളാഹു നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ? സെറ്റ് ചെയ്താൽ ആ സെറ്റിന്റെ കണക്ക്, ആ സെറ്റ് എത്രത്തോളം കണക്ക്, എത്ര ശതമാനം ഞാൻ എന്റെ ജീവിതത്തിൽ എത്ര നാള് തെറ്റ് ചെയ്യുന്ന എനിക്കറിയില്ലല്ലോ. അത് അവിടുത്തെ കണക്ക് എനിക്കറിയില്ല. എന്താ ഇപ്പറത്തെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എത്ര തെറ്റ് ചെയ്യണം, എത്ര ശരി ചെയ്യണം, ഇതൊക്കെ അള്ളാഹു നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ? ആയിക്കോട്ടെ, ആ കണക്ക് എനിക്കറിയില്ലല്ലോ. ആ കണക്ക് എനിക്ക് അറിഞ്ഞാലല്ലേ പ്രശ്നം എന്താണ്, നമുക്കത് അത്രത്തോളം ചെയ്യാമെന്നുള്ള ഒരു ബോധം ഉണ്ടാവുള്ളൂ. എന്ത് ഈ പറയുന്നത്? താങ്കൾ നോക്കുന്ന പോയിന്റ് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവും. ഒറ്റ സെക്കൻഡ് ബറോസ്, ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഒറ്റ സെക്കൻഡ് ഞാനൊന്ന് പറയട്ടെ എന്താണ് ഞാൻ വെക്കുന്ന പോയിന്റ്. ഇപ്പോ എന്റെ ജീവിതത്തിന്റെ ഒരു 75% അല്ലെങ്കിൽ ഒരു 100 ദിവസമാണ് എന്റെ ആയുസെങ്കിൽ 75 ദിവസവും ഞാൻ പാപം ചെയ്യുമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മള് എന്താണ്, അവിടെ എഴുതി വെച്ചതാണല്ലോ, എനിക്ക് 75 ദിവസവും പാപം ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് നമുക്ക് ഇറങ്ങാം. പാപം ചെയ്യാൻ തോന്നും, പാപം ചെയ്യാൻ അതൊരു സാധ്യതയാണ്. അത് അവിടെ എഴുതി വെച്ച കണക്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ പാപം ചെയ്യും? ഞാൻ എന്തറിഞ്ഞിട്ട് പാപം ചെയ്യും? അവിടെ നഹാസ് പറഞ്ഞാൽ ഒരു തെറ്റുണ്ട്. അള്ളാഹു നേരത്തെ കൽപ്പിച്ചു വെച്ച കാര്യങ്ങൾ മനുഷ്യർക്ക് അറിയാൻ പറ്റുമോ? അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഇവിടെ മനുഷ്യർക്ക് അറിയാൻ പറ്റുമോ? അതാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. അറിയാൻ പറ്റുമോ? എന്താണ് മനുഷ്യർക്ക് അറിയാൻ പറ്റുമോ? മനുഷ്യർ എന്താണ് ചെയ്യാൻ കാര്യം നമുക്ക് അറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അള്ളാഹു നേരത്തെ വിധിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റുമോ? ഇല്ല. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് പിന്നെങ്ങനെയാ താങ്കൾ വെച്ച് ആ പോയിന്റ് അങ്ങോട്ട് ചെയ്യണം? കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതും ചീത്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു നേരത്തെ തന്നെ വിധിച്ചു വെച്ചിരിക്കുക. അത് പിന്നെ അറിയാമോ എന്ന് ചോദിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ചോദ്യം തന്നെ മണ്ടത്തരമല്ലേ? കാരണം ഇത് അറിയാമെങ്കിലല്ലേ നമുക്ക് അങ്ങനെ എല്ലാവരെ പോലും വെല്ലുവിളിക്കാൻ പറ്റും. അല്ലല്ലോ അതല്ല നഹാസ് പറഞ്ഞത്. നഹാസ് ഒരു മിനിറ്റ് ഞാൻ പറയാം. നഹാസിന്റെ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. നഹാസ് പറയുന്നത് അള്ളാഹു എന്തെഴുതി വെച്ചാലും അത് അവിടെ ഇരിക്കട്ടെ, നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ സ്വന്തം ഡിസിഷൻ ആയിട്ട് ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ച് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ അള്ളാഹു അപ്പൊ എഴുതി വെച്ചത് എന്ന് ചിന്തിക്കാമല്ലോ. ഓക്കെ, അപ്പോ ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, താങ്കൾ അങ്ങനെ തീരുമാനിക്കാൻ താങ്കൾക്ക് പറ്റില്ല. തീരുമാനിക്കുകയാണെങ്കിൽ അതും അള്ളാഹുവിന്റെ എഴുത്താണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞു കറക്റ്റ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ നമുക്ക് ഫ്രീ വില്ലില്ല. ഇല്ല, അള്ളാഹു എന്തെഴുതിയോ അതാണ് താങ്കൾ ചെയ്യുന്നത്. അത് എന്ത് നല്ലതാകട്ടെ കെട്ടതാകട്ടെ താങ്കൾ ചെയ്യുന്നത് എല്ലാം അള്ളാഹു ഓൾറെഡി എഴുതി വെച്ച കാര്യം മാത്രമാണ്. താങ്കൾ സ്വന്തമായിട്ട് ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് ചിന്തിക്കാൻ താങ്കൾക്ക് പറ്റില്ല എന്നാണ് ഇവിടെ ഈ ഖുർആൻ വാക്യം പറയുന്നത്. ഓക്കെ, മനസ്സിലായി. ഇവിടെ എന്താണ്, നമുക്ക് നമ്മുടെ വിധി എഴുതിയത് എന്താണ്? വിധി മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് ഒരു എന്താണ്, സർവജ്ഞാനിയായ ഒരു ദൈവത്തിന് അത് സാധിക്കും. ആ സാധ്യത എനിക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അത് ഇല്ലാത്തവന് നമുക്ക് പൂർണ്ണമായിട്ട് ഒരു ദൈവമായിട്ട് അംഗീകരിക്കാനും പറ്റില്ല. ആ സർവജ്ഞാനത്വം അംഗീകരിച്ചുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഇവിടെ എനിക്ക് ഈ സർവജ്ഞാനി എഴുതി വെച്ചിരിക്കുന്നത് എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നില്ല. അത് നിനക്ക് വേണ്ടിയിട്ട് ഇത്ര അലോഡ്, അല്ലെങ്കിൽ ഞാൻ തന്നെ നിനക്ക് വിധിച്ചത് 75 ദിവസത്തെ പാപം ചെയ്യാനുള്ളത് ഞാൻ അലോഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ എന്നെ പാപം ചെയ്യരുതെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ഞാൻ അത് ആ ദൈവത്തിൽ അനുസരിച്ച് പോയാല് കൃത്യമായിട്ടും ഞാൻ എന്റെ ജീവിതത്തിന്റെ റിസൾട്ട്
നഹാസ ഇസ്ലാമിൽ ഫ്രീ വിൽ ഉണ്ടോ? അല്ലല്ലോ. തീർന്നു അല്ല തീർന്നു നഹാസ് ഞാൻ നഹാസ് പറയട്ടെ, ഇല്ല ഇടയ്ക്ക് നിക്ക് കയറല്ലേ, നിക്ക് നിക്ക് നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇടയ്ക്ക് പോവല്ലേ. ഇത് കയറല്ലേ. അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇത് അങ്ങനെയല്ലേ. നിങ്ങൾ ആദ്യം പറഞ്ഞത് നിങ്ങൾ അവസാനിപ്പിക്കുന്നത് തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. ഓൾറെഡി നിങ്ങളുടെ ഡെസ്റ്റിനി ഞാനതിൽ എഴുതി വെച്ചു, അല്ലെങ്കിൽ അവസാനിപ്പിച്ചില്ലല്ലോ നിങ്ങൾ ബോബി, ഒന്ന് പറയട്ടെ, പറഞ്ഞു തീർന്ന ശേഷം അല്ല സംസാരിക്കുക. നിങ്ങൾ എന്താണ് നിങ്ങൾ ആദ്യം പറഞ്ഞത് അവസാനത്തേക്ക് വരുമ്പോൾ മാറിപ്പോകുന്നു. അതുകൊണ്ടായി ഇടപെട്ടത്. അതിന് നിങ്ങൾ അവസാനം ആദ്യം ആയിട്ടില്ലല്ലോ, പറഞ്ഞത് ഞാൻ ആദ്യം തന്നെ ആ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ, പിന്നെ അങ്ങനെ അവസാനം ആ മാറിപ്പോയെന്ന് അപ്പൊ പറയാൻ പറ്റും. ഓക്കെ 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 പറ. പറയട്ടെ, നഗാസ് പറയട്ടെ. അതിനുശേഷം ജെയിംസ് സാർ ഉണ്ടോ ഇവിടെ? പ്രൈസ് ലോഡ് സാറേ, ജെയിംസ് സാർ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആ പ്രൈസ് ദി ലോർഡ്. നഗാസ് പറയുന്നത് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉത്തരം പറയണേ. പ്രൈസ് ലോഡ്. അപ്പൊ ഇത്രേ പറയുന്നുള്ളൂ ബ്രദറെ. എനിക്ക് ഉള്ള റിസൾട്ട് നേരത്തെ മുൻകൂട്ടി എനിക്ക് കാണിച്ചു തന്നിട്ട് എന്നെ പാപം ചെയ്യാൻ അലൗഡ് ചെയ്യല്ല, ഞാൻ എത്രത്തോളം പാപം ചെയ്യുമെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഈ ഹദീസിലൂടെ നമുക്കറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, തെറ്റ് താങ്കൾ പറഞ്ഞാൽ തന്നെ ഒരു തെറ്റുണ്ട്. ഇസ്ലാമിന്റെ വിശ്വാസപ്രകാരം നമ്മൾ എത്ര പാപം ചെയ്യുന്ന അള്ളാഹുവിന് അറിയാമെന്നല്ല, നമ്മൾ ഏതൊക്കെ പാപം ചെയ്യുമെന്ന് അള്ളാഹു നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് വിധിച്ചിട്ടുമുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെയാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അല്ലാതെ അള്ളാഹു സർവജ്ഞാനി ഇതെല്ലാം നേരത്തെ സംഭവിക്കുന്നുള്ളത് വളരെ തെറ്റാണ്. അള്ളാഹു തന്നെ നേരത്തെ എല്ലാരെയും വഴികേട്ടിലാക്കി വെച്ചിരിക്കുന്നു എന്ന് കൃത്യ ആയത്തുണ്ട്. അത് ബ്രദേഴ്സെ, ഞാൻ നഹാസിന് ഫെറോസെ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ വേണമെങ്കിൽ പെട്ടെന്ന് വ്യാഖ്യാനിക്കാം. സ്പീഡിൽ ഞാൻ ഒരു വായിക്കാം. എന്റെ വ്യാഖ്യാനം സ്പീഡില് അല്ലത്. നിങ്ങളുടെ ആധികാരിക പണ്ഡിതന്മാർ അങ്ങനെ വ്യാഖ്യാനിച്ചു. ഓക്കെ. അല്ല ബരോസ്, നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ബ്രദർ, ഒറ്റ മിനിറ്റ്. അതായത് ഒരാൾ എന്തൊക്കെ ചെയ്യണം, അവന്റെ ജീവിതത്തിൽ എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് വിചാരം ചെയ്യണം, അല്ലെങ്കിൽ ആ ദുർവൃത്തിൽ ഏർപ്പെടണം എന്നുള്ളത് ഒരു അത് ഡിഫൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ ആ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീ കനോട്ട്, അദ്ദേഹത്തിന് അവിടുന്ന് അതിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കത്തില്ല. നഹാസ് തന്നെ പറയുന്നു അങ്ങനെ മാറിപ്പോകാനായിട്ട് ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ ഈ എഴുതി വെച്ച വ്യക്തി, അതായത് എഴുതി വെച്ച ദൈവം, ഇവരുടെ ദൈവം, അതായത് പിന്നെ സർവശക്തനല്ലാതെ ആയിട്ട് മാറും. അപ്പം നഹാസ് പറയുന്നു നഹാസിന് സ്വന്തമായിട്ട് നഹാസ് അത് ചെയ്യാതിരുന്നാൽ പോരെ എന്ന് നഹാസ് പറഞ്ഞാൽ, അല്ലെങ്കിൽ നഹാസിന് അത് ചെയ്യാതിരിക്കാനുള്ള വിൽ പവർ ഉണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഈ എഴുതി വെച്ച ഈ ദൈവത്തെക്കാളിലും മുകളിലാണ് നഹാസിന്റെ സ്ഥാനം. ആണോ അല്ലയോ? അല്ല ബോബി ബ്രദറെ, വെട്ടിത്തോണ് ചോദിക്കുന്നത്. ഒരു സെക്കൻഡ് നഹാസെ, ഈവൻ നഹാസ് പറഞ്ഞു ഞാൻ അതേപോലെ ചെയ്യാതിരുന്നാൽ പോരെ. അപ്പൊ നഹാസ് അതേപോലെ ചെയ്യാതിരിക്കുമ്പോ അതേപോലെ എന്ന് പറയുന്ന സാധനം നഹാസിന് അറിയണം. പക്ഷെ നഹാസിന് ഒരു മിനിറ്റ്, ആ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. നഹാസ് ഉത്തരം പറയട്ടെ. ഓൾറെഡി ചോദ്യം ഉണ്ട്, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ദാറ്റ് വാസ് എ പോയിന്റഡ് ക്വസ്റ്റ്യൻ, നല്ല പോയിന്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അതൊന്ന് ഉത്തരം പറയട്ടെ പ്ലീസ്. ഒരു സെക്കൻഡ്, ഒന്ന് റൂം ഒന്ന് ക്രമീകരിക്കാം. സോൾജർ ബ്രദർ ഉണ്ടോ ഇതിനകത്ത്? സോൾജർ ബ്രദറെ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ആരാണ്? കറക്റ്റ് ഒന്ന് മോഡ് ചെയ്യാമോ സോൾജർ ബ്രദറെ? അതായത് എല്ലാവരും സംസാരിക്കട്ടെ. അത് നഗാസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാരും കൂടെ കയറി സംസാരിച്ചാൽ ശരിയാത്തില്ല. ഒരാളെ സംസാരിക്കാൻ പറ്റും. അവരുടെ പോയിന്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അവിടെ സംസാരിച്ച് നല്ലൊരു ചർച്ചയാവട്ടെ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനുള്ള മറുപടി കിട്ടിയാ. അത് കേട്ടായിരുന്നോ സോൾജർ ബ്രദറെ? അത് നഹാസിന് മനസ്സിലായെങ്കിൽ നഹാസ് പറയട്ടെ. നഹാസിന്റെ ചോദ്യം മനസ്സിലായി. നഹാസ്, ബോബി ബ്രദർ ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഒന്ന് ബ്രീഫായിട്ട് ഒന്നുകൂടെ ഒന്ന് പറയാമോ ക്വസ്റ്റ്യൻ? ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഈ നമ്മളിപ്പോ വായിച്ച ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഒരാള് എത്രമാത്രം വ്യഭിചാരം ചെയ്യണമെന്നുള്ളത്, അല്ലെങ്കിൽ ആ പ്രവൃത്തിയിൽ ഏർപ്പെടണമെന്നുള്ളത് ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്നു. അതിന്റെ ആ അളവ് വരെ എഴുതി വെച്ചിരിക്കുന്നു. സോ അങ്ങനെ എഴുതി വെച്ചത് ആരാണ്? അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നു. അള്ളാഹു അങ്ങനെ എഴുതി വെച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് അതിൽ നിന്ന് മാറാൻ കഴിയുമോ? കാരണം അത് ഒരു സർവശക്തനായ ഒരാൾ എഴുതി വെച്ചിരിക്കുന്നു. ഇപ്പൊ നഹാസ് പറയുന്ന അനുസരിച്ച് അതിന്റെ അളവ് അറിയത്തില്ലല്ലോ, അല്ലെങ്കിൽ അതിന്റെ ഘനം എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാതിരുന്നാൽ പോരെ എന്നാണ്. അത് ചെയ്യാതിരുന്നാൽ പ്രശ്നമില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ചെയ്യാതിരുന്നാൽ ഈ സർവശക്തൻ എഴുതി വെച്ചതിനെ കവർ ചെയ്യുന്ന രീതിയിൽ സർവശക്തന്റെ മുകളിലേക്ക് നഹാസ് വരികയാണ് ചെയ്യുന്നത്. അതാണ് എന്റെ ക്വസ്റ്റ്യൻ. അതെങ്ങനെ?
ബ്രദറെ, ഇവിടെ കൃത്യമായിട്ട് ഖുറാനിക ഉപദേശമുണ്ട്. നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോരുത്, ചെയ്യരുതെന്നല്ല, വ്യഭിചാരത്തോട് സമീപിച്ചു പോരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഉപദേശം എന്താണ്, ജീവിതത്തിൽ പകർത്തി ജീവിച്ചാൽ മതി. ഇവിടെ കൃത്യമായിട്ട് വ്യഭിചാരം പാപമാണെന്നും അത് ചെയ്യരുതെന്നുള്ള ഉപദേശം ഉണ്ടെങ്കിൽ ആ ഉപദേശം സ്വീകരിച്ച് ജീവിച്ചാൽ മതി. നമ്മുടെ റിസൾട്ട് 0 ആവും ഓട്ടോമാറ്റിക്കലി. ദൈവത്തിന്റെ പുസ്തകത്തിൽ നമ്മുടെ വ്യഭിചാര റിസൾട്ട് 0 ആകും. അതിപ്പോ ഞാൻ ദൈവം എഴുതിയത് കൊണ്ട് എനിക്ക് എന്തും ചെയ്യാമെന്ന് പറയാൻ ദൈവം എത്രയാണ് അളവ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. അത് നമുക്ക് അറിയിച്ചു തന്നാലാണ് അത് ഒരു ദൈവം എഴുതി വെച്ചത് നമ്മളെ ചെയ്യാൻ അലോ ചെയ്യുന്നതിന് തുല്യമാവുള്ളൂ. ഇത് ദൈവം അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. മനുഷ്യൻ നമുക്ക് എന്തും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള നമുക്കത് പ്രദർശിപ്പിച്ചു തന്നാലേ, നമുക്ക് അറിയിച്ചു തന്നാലേ നമുക്ക് അത് ചെയ്യാനുള്ള അനുവാദം ദൈവം തന്നു അവകാശപ്പെടാൻ പറ്റും. ഇവിടെ അത് സംഭവിക്കുന്നില്ല, നമുക്കറിയില്ല. ഏതാണ് നഹാസെ ഫോർണിക്കേഷന്റെ കാര്യമാണ്. അതായത് വ്യഭിചാരം ഒരാൾ ചെയ്യുക എന്നുള്ളത് അത് മൊറാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് ചെയ്യരുത് എന്നുള്ളത് ഒരു മാനുഷികമായ നിലയിലുള്ള ഒരു കാര്യമായിട്ട് എടുത്താൽ പോലും നിങ്ങൾ ഈ പറയുന്ന അനുസരിച്ച് ഇവിടെ ഈ ഹദീസുകളൊക്കെ വളരെ കൃത്യമായിട്ട് ഇത് ഡയറക്റ്റ് റിപ്പോർട്ടഡ് ആണ്. മീൻസ് അബൂ ഹുറൈറ എന്ന് പറയുന്ന ആള് നിങ്ങളുടെ പ്രവാചകരോട് ചോദിക്കുമ്പോൾ ആ വാക്കിനുള്ള അദ്ദേഹത്തിന്റെ മറുപടിയാണ് ഈ പറയുന്നത്. അതായത് ഞാൻ വ്യഭിചാരം ചെയ്തു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ അതിനുള്ള മറുപടി അദ്ദേഹം പറയുകയാണ്, നീ വ്യഭിചാരം ചെയ്യും എന്നുള്ളത് ഓൾറെഡി റിട്ടേൺ ആയ ഒരു കാര്യമാണ്, അതിൽ നിനക്ക് ഒരു മാറ്റം വരുത്താൻ ഒക്കുകയില്ല എന്ന് പറയുകയാണ്. അപ്പൊ അതെങ്ങനെയാ ഈ ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക? നീ വ്യഭിചാരത്തെ സമീപിക്കരുത്, അത് കടുത്ത പാപമാണെന്ന് ദൈവം പറയുന്നുണ്ട്. അപ്പൊ ഏതാ എടുക്കേണ്ടത്? ഞാൻ ചോദിക്കുന്നത് ഏതാ എടുക്കണ്ടേ? ദൈവത്തിന്റെ ഉപദേശം ജീവിക്കുക. നമുക്കുള്ള റിസൾട്ട് ഓട്ടോമാറ്റിക്കലി വ്യഭിചാരത്തിന്റെ സ്ഥാനത്ത് 0 എന്ന് കിട്ടും. വ്യഭിചാര പാപം ചെയ്ത കാര്യത്തില് നമുക്ക് 0 കിട്ടും. അതല്ലേ ചെയ്യണം. അല്ല അപ്പൊ ഒരു കാര്യം ഈ നഹാസിന്റെ വാദം അനുസരിച്ച് അതാണ് എടുക്കേണ്ടത്. അപ്പൊ ആ ഒരു വ്യക്തി അത് അറിഞ്ഞിട്ടും തെറ്റ് ചെയ്യുവാണെങ്കിൽ ആ കുറ്റം ആരുടെ മേല് വരും? നമ്മുടെ ഭാഗത്ത് വരുമോ അതോ അള്ളാഹുവിന്റെ പേര്? അവൻ അള്ളാഹുവിന്റെ വചനത്തെ ധിക്കരിച്ചു, അള്ളാഹുവിന്റെ ഉപദേശം കുറ്റം ആരുടെ പേര് വരും എന്നാണ് എന്റെ ചോദ്യം. ബ്രദറെ, അവനൊരു ഉപദേശം കൊടുത്തിരിക്കുകയല്ലേ ദൈവം. ആ ഉപദേശം ധിക്കരിച്ചതിന് അല്ലെങ്കിൽ അത് പാപമാണെന്ന് അറിഞ്ഞിട്ട് ചെയ്തതിന് അവന് ശിക്ഷ ഉണ്ടാവുമല്ലോ. ശിക്ഷയുണ്ടാവും, പക്ഷെ അതില് അള്ളാഹുവിന് വല്ല കുറ്റം വരും? എന്തിനു കുറ്റം വരുന്നത്? അവനെ ഉപദേശിച്ചു. കാരണം അള്ളാഹു തന്നെ നേരത്തെ ഇവൻ തെറ്റിപ്പോകുന്ന വിധിച്ചു വെച്ചിരിക്കുകയല്ലേ. ഇവൻ തെറ്റിപ്പോകുമെന്ന് നേരത്തെ തന്നെ വിധിച്ചു വെച്ചിരിക്കുകയല്ലേ. അവന് വ്യഭിചാരം എത്രയാണെന്ന് അവന് വേണ്ടിയിട്ട് ഇവൻ വ്യഭിചരിക്കുമെന്ന് അള്ളാഹു നേരത്തെ തന്നെ അവന്റെ ജീവിതത്തിൽ വിധിച്ചു വെച്ചിരിക്കുകയല്ലേ. ഇവന് തെറ്റ് ചെയ്യുമെന്ന് നേരത്തെ തന്നെ വിധിച്ചു വെച്ചിരിക്കുകയല്ലേ. പിന്നെ എങ്ങനെയാ ആ കുറ്റം അയാളുടെ ബലി വരുന്നത്? ബറോസെ, അത് എഴുതി വെച്ചിരിക്കുന്നത് എവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നില്ലല്ലോ. അത് മാത്രമല്ല, മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന കാര്യം ഞാൻ ചോദിച്ചില്ല. അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന കാര്യം ഞാൻ ചോദിച്ചില്ല. അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതനുസരിച്ച് ആ മനുഷ്യൻ ജീവിക്കുമ്പോ ആ കുറ്റം എങ്ങനെ അവന്റെ ആകും? ബറോസെ, അതാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അവന് അറിയില്ല. ഇപ്പൊ എന്നെ പറ്റിയിട്ട് തന്നെ ഞാൻ പറയണം. ഇപ്പോ എനിക്ക് എത്ര ശതമാനം വ്യഭിചാര പാപമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. അത് മാത്രമല്ല, ഇതല്ല ബ്രദറെ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ പറഞ്ഞ കാര്യം ഈ മനുഷ്യനായ കാര്യം ദൈവത്തിന്റെ ഒരു കാര്യവും മനുഷ്യൻ അറിയുന്നില്ലല്ലോ. ഇസ്ലാം വിശ്വാസം അനുസരിച്ച് അള്ളാഹു എന്തൊക്കെയാണ് മനുഷ്യർക്ക് അല്ലെങ്കിൽ ഓരോ മനുഷ്യർക്ക് എന്തൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ മനുഷ്യർക്ക് ആർക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞത് ഇസ്ലാം പ്രമാണം അനുസരിച്ച് വ്യഭിചാരം തെറ്റാണ്, ഇവൻ വ്യഭിചാരം ചെയ്യുന്നു. അപ്പൊ തന്നെ അള്ളാഹു പറയുന്നു അവൻ വ്യഭിചാരം ചെയ്യുന്നത് പോലും ഞാൻ വിധിച്ചു വെച്ചതിന്റെ പ്രകാരമാണെന്ന് പറയുമ്പോ ആ കുറ്റം എങ്ങനെ അവന്റെ മേൽ വരും എന്നാണ് എന്റെ ചോദ്യം. കാരണം ഈ ലോകത്തെ എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു നേരത്തെ തന്നെ അവന് വിധിച്ചു വെച്ചിരിക്കുന്ന കാര്യം അവൻ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതിനൊപ്പം തന്നെ അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും കൂടെ ഉപദേശിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അള്ളാഹു അവന്റെ ജീവിതത്തിൽ ഇവൻ ഇത് ചെയ്യണോന്ന് നേരത്തെ തന്നെ സെറ്റും ചെയ്ത് വെക്കുന്നു. അതാണ് എന്റെ ചോദ്യം. അതിനാണ് ഞങ്ങൾക്ക് ഉത്തരം വേണ്ടത്. ചെയ്യാൻ പാടില്ലെന്നും പറയുന്നു, അപ്പൊ തന്നെ അവൻ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്തും വെച്ചിരിക്കുന്നു. അപ്പൊ ദൈവം ചെയ്യുന്ന തെറ്റാവുന്നത് എങ്ങനെ?
നമ്മുടെ അടുത്ത് എന്താണ് അരുതെന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്തിട്ട് അത് ദൈവം നേരത്തെ എഴുതി വെച്ചെങ്കിൽ അതിൽ എന്താണ് തെറ്റ്? നേരത്തെ എഴുതി വെച്ചിരിക്കുന്നു, നേരത്തെ വിധിച്ചു വെച്ചിരിക്കുന്നു. അവൻ അങ്ങനെ ചെയ്യുള്ളൂ എന്ന രീതിയിൽ അവനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നത് എന്നാ പിന്നെ ഇവിടെ ഇങ്ങനെ അത് ചെയ്യരുതെന്ന് ഉപദേശിക്കേണ്ട കാര്യമില്ലല്ലോ. അത് തന്നെയാ ഞങ്ങളും ചോദിക്കുന്നത്. അള്ളാഹു ഒരു മിനിറ്റ് ഇടയ്ക്ക് പ്ലീസ്. ഇവിടെ ബറോസ് ഭായ്, എനിക്ക് തോന്നുന്നത് നഹാസിന് ആ ഒരു പോയിന്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണോ അതെയോ മനസ്സിലാക്കിയിട്ട് നഹാസ് വേറെ വഴിക്ക് പോകണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നഹാസ് ഭായ്, ഇവിടെ ബറൂസ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങളുടെ അള്ളാഹു ഒരു ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ എന്ത് ചെയ്യണം, അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് എന്ത് ചെയ്യണമെന്നുള്ളത് അള്ളാഹു അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഈ ദിവസം ഈ മണിക്കൂറിൽ ഈ സമയം നഹാസ് ക്ലബ്ബ് ഹൗസ് എന്ന റൂമിനകത്ത് കയറിയിരിക്കും എന്നുള്ളത് അവിടെ അള്ളാഹു എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ആ എഴുതി വെച്ച് അള്ളാഹു ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നു. അതിനുശേഷം പറയുകയാണ് നഹാസ് ഇന്ന് ക്ലബ്ബ് ഹൗസിൽ കയറരുത്. അപ്പോൾ ഒരു അള്ളാഹു തന്നെ രണ്ട് കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് നഹാസ് ക്ലബ്ബ് ഹൗസിൽ കയറിയിരിക്കും, അതിനുശേഷം പറയാണ് നഹാസ് ക്ലബ്ബ് ഹൗസിൽ കയറാൻ പാടില്ല. നഹാസ് ഏതാണ് അനുസരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നഹാസ് ഒരെണ്ണം അനുസരിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം അള്ളാഹുവിനെ ധിക്കരിക്കുകയാണ്. ഇവിടെ പ്രശ്നം അതാണ്. താങ്കൾ ഏതനുസരിക്കുന്നു? ഇപ്പം വ്യഭിചാരം ചെയ്യരുത്, അതാണ് അനുസരിക്കുന്നത്. ഓക്കെ, താങ്ക് യു, വെരി ഗുഡ്, അതൊരു മാനുഷിക മൂല്യമാണ്. പക്ഷേ താങ്കൾ പറഞ്ഞാലൊരു തെറ്റുണ്ട്. അള്ളാഹു എഴുതി വെച്ചിരിക്കും മാത്രമല്ല, അത് തന്നെ വിധിച്ചും വെച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എഴുതിയും വിധിച്ചും അവിടെ വെച്ചിരിക്കുകയാണ്. അതിന് ഒരു വിധി വന്നു കഴിഞ്ഞപ്പോൾ അതിന് മാറ്റമില്ല. അപ്പൊ നഹാസ് ചോദിക്കുന്നു, ഞാൻ ഏതനുസരിക്കണം? ഞാൻ വ്യഭിചാരം ചെയ്യണമോ അതെയോ വ്യഭിചാരം ചെയ്യാതിരിക്കണമോ? താങ്കൾ എന്ത് ചെയ്താലും ഒരു തരത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കുകയാണ്. വ്യഭിചാരം ചെയ്താൽ ചെയ്യാതിരുന്നാൽ താങ്കൾ ധിക്കരിക്കുകയാണ്. അപ്പം ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യം, ഞാൻ എന്ത് ചെയ്യണം? താങ്കൾക്ക് തന്നെ അറിയില്ല ഞാൻ എന്ത് ചെയ്യണം. ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ ഗ്രന്ഥം അനുസരിച്ച് അള്ളാഹു രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം നീ എന്ത് ചെയ്യണമെന്നുള്ളത് അവിടെ വിധിച്ച് വെച്ചിരിക്കുകയാണ്, നീ അത് ചെയ്തേ പറ്റൂ. അതിനുശേഷം പറഞ്ഞു നീ അത് ചെയ്യരുത്. ഇതിൽ ഏതാണ് നഹാസ് എടുക്കുന്നത്? ഏതെടുത്താലും ഒരെണ്ണം തെറ്റിപ്പോവില്ലേ? ബറൂസ് ഭായ് അതല്ലേ അച്ചംബ്രോ എന്താ പറയാ? ബറൂസ് അതല്ലായിരുന്നു ഇവിടുത്തെ ഒരു പോയിന്റ്. യെസ്, ഓക്കെ അച്ചംബ്രോ. അതായത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ ഉസ്താദുമാര് ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹിക്കുന്നല്ലോ. സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സ്നേഹം കാണിക്കുന്നു. അത് എഴുതി വെച്ചതാണോ? എനിക്കൊന്ന് മനസ്സിലായോ? നഹാസ് പറയട്ടെ. ചോദിച്ചത് മനസ്സിലായോ? ബ്രോ പറയൂ. ഓക്കെ അച്ഛൻ കുഞ്ഞെ, ഇതിപ്പോ ഉസ്താദന്മാര് മാത്രമല്ല, തലതെറിച്ച കുറെ മനുഷ്യരുണ്ട് നമുക്കിടയിൽ. അതിപ്പോ പാസ്റ്റർമാരിലും ഉണ്ട്, കാത്തോലിക്ക അച്ഛന്മാരുടെ ഇടയിലും ഉണ്ട്. ഒരു ഡോക്യുമെന്ററി ഉണ്ട്, എന്താണ് ഈ പള്ളിമേടയ്ക്കുള്ളിലെ പീഡനത്തിന്റെ കഥ പറയുന്ന ഒരു ഡോക്യുമെന്ററി. വിഷയം മാറ്റിയിട്ടൊന്നുമില്ല. അച്ഛൻ പറഞ്ഞ വിഷയത്തിനെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത്. അല്ല നഹാസ് ബ്രോ ഒന്ന് കേൾക്കണം. നഹാസ് ബ്രോ പ്ലീസ്. ഇവിടെ അച്ഛൻ പറഞ്ഞു വിട്ടേക്ക്. നിങ്ങൾ എല്ലാവരും പറഞ്ഞു വിട്ടേക്ക്. നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് വാ. അച്ചംബ്രോ പറഞ്ഞു വിട്ടേക്ക്, അതിനെ പിടിക്കണ്ട. ഒരു സൈഡിൽ പറയുന്നു. അല്ല എടുത്തു. ഒരു 2 മിനിറ്റ് കൂടെ മതി എനിക്ക്. ഒരു 2 മിനിറ്റ്, ചെറിയൊരു വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ്. ഒരു 2 മിനിറ്റ് ഇത്രേ പറയുന്നുള്ളൂ നഹാസെ. ഇതിനകത്ത് ഒരു എക്സ്ട്രീമിൽ നിന്നുകൊണ്ട് പറയുന്നു നിങ്ങളത് ചെയ്യരുതെന്ന് പറയുന്നു. വേറൊരു എക്സ്ട്രീമിൽ നിന്നുകൊണ്ട് പറയുന്നു നിങ്ങൾക്കത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, അതിന്റെ അളവും തൂക്കവും കനവും എല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നു, നിങ്ങൾക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള അന്തരമാണ് ഇവിടെ ഈ ചോദിക്കുന്നത്. ബോബി, ഓരോ കാര്യം ഇത് സർവജ്ഞാനമാണ്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിന് മാത്രമുള്ള കാര്യമാണെന്ന് അറിവുള്ള കാര്യമാണ്, അല്ലേ? അപ്പൊ ബോബിയുടെ പ്രശ്നം എന്താണ്? ഇവിടെ ഇപ്പോ അള്ളാഹുവിനെ അറിയാം, അള്ളാഹു വിധിച്ചു വെച്ചിരിക്കുന്നു, ഓക്കെ ആണല്ലോ. അതാണ് പ്രശ്നം. ഒരു മനുഷ്യൻ ഇന്നതൊക്കെ പ്രവർത്തിക്കുമെന്ന് അള്ളാഹുവിന് മുൻകൂട്ടി അറിയാം, അല്ലെങ്കിൽ അള്ളാഹു ഒരു മനുഷ്യന്റെ ജീവിതത്തിന് മുമ്പ് തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ അവന്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കുമെന്ന് എഴുതി വെച്ചു, അല്ലെങ്കിൽ വിധിച്ചു വെച്ചിരിക്കുന്നു. ഓക്കെ, അതല്ലേ ആരോപണം? അത് തെറ്റാണോ ശരിയാണോ? അതായത് അങ്ങനല്ല ഞാൻ പറഞ്ഞതല്ല. അതായത് ഇപ്പൊ നഹാസ് നിങ്ങൾ ചോദിച്ചു മുമ്പ് നിങ്ങൾ കേട്ട് കാണില്ല. അതായത് നഹാസ് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്, നഹാസിന്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അത് ഓൾറെഡി വിധിച്ചു വെച്ചിരിക്കുന്നു. അതാരാണ് വിധിച്ചു വെച്ചിരിക്കുന്നത്? സർവശക്തനായ ഒരു ദൈവം. സർവശക്തനായ ദൈവം അങ്ങനെ വിധിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്ന്
നഹാസിന്റെ ഏതെങ്കിലും ഒരു സ്വയമായ എന്തെങ്കിലും ഒരു പവർ കൊണ്ട്, അല്ലെങ്കിൽ നഹാസ് തീരുമാനിക്കുകയാണ് ഞാനത് ചെയ്യുന്നില്ല, ആ വിധിയൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ, ഞാനത് ഇപ്പൊ ചെയ്തില്ല, പ്രവർത്തിക്കുന്നില്ല എന്ന് എന്ത് കാരണം കൊണ്ടാണ് നഹാസിന് അങ്ങനെ ചെയ്യാൻ പറ്റുക? കാരണം ബിക്കോസ് ഇത് ഓൾറെഡി നിർബന്ധമായിട്ടും വിധിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അല്ല, ഇതിപ്പോ പരത്തി പറഞ്ഞു പോലെ ഞാൻ അത് ജസ്റ്റ് ചോദിച്ചായിരുന്നു, ബ്രീഫ് ചെയ്ത് ചോദിച്ചായിരുന്നു. പരത്തിയില്ല, ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചത്, ഇങ്ങനെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം മാനുഷികമായ നിലയിൽ നിങ്ങൾക്ക് അതിനെ ഞാനത് ചെയ്യില്ല എന്നുള്ള നിങ്ങളുടെ വ്യക്തിപരമായ ഒരു തീരുമാനം കൊണ്ട്, അത് നിങ്ങളുടെ ദൈവം വിധിച്ചു വെച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് എങ്ങനെ വയലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചത്. അതിന് ദൈവം വിധിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് ദൈവത്തിന്റെ അരുളപ്പാടും എന്റെ മുമ്പിലുണ്ട്. സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ് ഇത്രയും നേരം പറഞ്ഞത്. താങ്കൾക്ക് ആ പോയിന്റ് ഇതുവരെ പിടുത്തം കിട്ടിയില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ലെന്നാ ഇത്രയും നേരം പറഞ്ഞു വന്നത്. ഒരാള് പറ, ഏതെങ്കിലും ഒരാള് പറ. നിങ്ങൾ പറയുന്നല്ല, മറ്റേ പറയുന്നത്. അതുകൊണ്ടാണ് എന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മതി. ബോബി പറഞ്ഞത് എന്താ, ദൈവം വിധിച്ചു വെച്ചത് എന്താ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ അവന്റെ വിധി ഇങ്ങനെ ആയിരിക്കും ദൈവം വിധിച്ചു വെച്ചിട്ടുണ്ട്. അത് തന്നെ അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നു, അവന്റെ ജീവിതം എഴുതി വെച്ചിട്ടുണ്ട്, അത് തന്നെ വിധിയായിട്ടും കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെ സമ്മതിച്ചു. ഓക്കെ, അത് ദൈവത്തിന്റെ സർവ്വജ്ഞാനമായിട്ട് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ അവന്റെ വിധി നിർണ്ണയിക്കാൻ കഴിവുള്ളവനാണ് മുസ്ലിം വിശ്വസിക്കുന്ന ദൈവം. ആ സർവ്വജ്ഞാനം ഉള്ളവൻ തന്നെയാണ് ദൈവം. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതിനൊപ്പം തന്നെ, അതായത് ദൈവത്തിന്റെ തീരുമാനം തെറ്റത്തില്ല എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമല്ല, അത് നമ്മൾ തന്നെ ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ്. കാരണം നമ്മുടെ മുമ്പിൽ എന്താണ് പാപമെന്നും എന്താണ് നന്മയെന്നും ഒക്കെ ഉള്ള ഒരു അധ്യാപനം നൽകിയിട്ട് ആ അധ്യാപനം ധിക്കരിക്കാനും അനുസരിക്കാനുമുള്ള സ്വാതന്ത്ര്യവും തന്നിട്ട് ദൈവത്തിന്റെ മുൻകൂട്ടിയുള്ള ആ റിസൾട്ട് നമ്മളെ പ്രദർശിപ്പിക്കാതെയോ അറിയിക്കാതെയോ ഇരുന്നാൽ നമ്മൾ കൃത്യമായിട്ടും എന്താണ് ചെയ്യുന്നതെന്ന് ദൈവത്തിന്റെ എന്താ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എഴുതിയ റിസൾട്ടിന് അപ്പുറം പോകത്തില്ല എന്നുള്ളത് ദൈവത്തിന്റെ സർവ്വജ്ഞാനോ. കഴിഞ്ഞു. നഹാസ ഇപ്പോഴും സോൾജർ ബ്രദർ ഞാൻ എടുക്കുകയാണേ. സോൾജർ ബ്രദർ, അതായത് നഹാസ് ഇപ്പോഴും ഞാൻ ചോദിച്ച ചോദ്യത്തിന് നഹാസിന് മനസ്സിലായില്ല. ഞാൻ ചോദിച്ച ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അത് ഇത്രേ ഉള്ളൂ. അതായത് ഒരാൾ എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം, അവന്റെ ജീവിതം എങ്ങനെയായിരിക്കണം, അവന്റെ വിധി അതെന്തായിരിക്കണം എന്നുള്ളത് ഓൾറെഡി റിട്ടേൺ ചെയ്ത് വെച്ചിരിക്കുന്നു. ആരാണ്? സർവശക്തനായ നിങ്ങളുടെ ദൈവം അത് റിട്ടേൺ ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഒരു മനുഷ്യനായ നിങ്ങൾ, ദൈവവുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോ ഞാനൊരു സാധാരണ മനുഷ്യൻ, നിങ്ങളൊരു സാധാരണ മനുഷ്യൻ. ഒരു സാധാരണ മനുഷ്യനെ ഈ വിധിച്ചിരിക്കുന്ന വിധിയിൽ നിന്ന് നിങ്ങൾ അതിനെതിരായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മേലൊരു വിധി ഉണ്ടെങ്കിൽ, സർവശക്തന്റെ വിധി ഉണ്ടെങ്കിൽ, ആ സർവശക്തന്റെ വിധിക്ക് വിപരീതമായിട്ട് നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ ദൈവത്തിന് നേരെ നിങ്ങൾ തിരിയുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ദൈവം നിങ്ങൾ തെറ്റ് ചെയ്യണമെന്ന് വിധിച്ച് വെച്ചിരിക്കെ ഇങ്ങനെ പരത്തി പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പുള്ളിക്കാരന് മനസ്സിലാവാത്തത് ദൈവത്തിന്റെ വിധി എനിക്ക് ധിക്കരിക്കാൻ എനിക്ക് അറിയില്ലല്ലോ. ദൈവത്തിന്റെ വിധി എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഞാൻ അവകാശപ്പെട്ടിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു എത്ര ഇനി പരത്തി പറയണ്ട. അതായത് നിങ്ങളുടെ ദൈവം ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കണം എന്നുള്ളത് വിധിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ ദൈവം വിധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. നഹാസ് ഒരു ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നുണ്ടോ ആ ചെയ്യണമെന്നുള്ളതെല്ലാം ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം വിധിച്ച ആ വിധിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയൂ. അക്കോർഡിംഗ് ടു യുവർ വേർഡ്സ്. നഹാസിന്റെ വേർഡ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ. ശരിയാണ്. അപ്പൊ ബോബി ഭായ്, എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഒരു സെക്കൻഡ്. ഇവിടുത്തെ പ്രശ്നം എന്താ പറയുക, നഹാസ് ചെറിയ പ്രശ്നം പറയാൻ പറ്റുന്നത്, നഹാസ് നല്ലതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നഹാസ് ഭായ്, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഒരു 10 മുസ്ലിമിനെ എടുക്കുകയാണ്, ഒരു 10 പേര്. ആ 10 പേരിൽ 5 പേര് വ്യഭിചാരം ചെയ്യാതെ നല്ല മനുഷ്യരായിട്ട് സക്കാത്തും കൊടുത്ത് നിസ്കരിച്ച് അല്ലാഹുവിന്റെ ആയത്തൊക്കെ ജീവിക്കുകയാണ് 5 പേര്. നല്ല കാര്യം. ബാക്കിയുള്ള 5 പേര് വ്യഭിചാരവും ചെയ്ത്, കൊലപാതകവും ചെയ്ത്, കള്ളത്തരവും ചെയ്ത്, എല്ലാം ചെയ്ത് ജീവിക്കുകയാണ്. ഇവർ 2 പേരും മരിക്കുന്നു, സ്വർഗത്തിൽ ചെല്ലുന്നു. ഇവർ ആരെയായിരിക്കും അള്ളാഹു വിധിക്കുക? സോൾജറെ, ഇവിടെ എന്താണ് ഞാൻ നഹാസിന്റെ പ്രശ്നം എന്താ പറയുക, നഹാസ് പറയുന്നത് കറക്റ്റ് ആണ്.
നഹാസ പറയുന്നത് ബ്രദറെ അള്ളാഹു വ്യഭിചാരം ചെയ്യാൻ പറഞ്ഞു, ചെയ്യാതിരിക്കാൻ നമുക്കറിയില്ലല്ലോ. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ നഹാസ് അല്ല ഇവിടുത്തെ പ്രശ്നം. ഈ 10 പേരിൽ 5 പേര് ഇങ്ങനെ പാപങ്ങളെല്ലാം ചെയ്ത് അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലുന്നു, 5 പേര് നല്ല പ്രവൃത്തി ചെയ്ത് അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലുന്നു. ഇവരിൽ ആരെയാണ് അള്ളാഹു വിധിക്കുക? സോൾജറെ, ഇപ്പോ എന്നെ പോലെ തന്നെ മറ്റു മനുഷ്യരെ കൂട്ടിയ പോലെ അവരുടെ മുമ്പിലും ഈ ഉപദേശം നിൽക്കുമല്ലേ? ഈ അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വിധിയുടെ വിധി എന്താണെന്ന് അറിയാത്ത രീതിയിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഉപദേശങ്ങൾ, ആ ദൈവം തന്ന ഉപദേശങ്ങളെ ധിക്കരിക്കല്ലേ ചെയ്യുന്നത്? നഹാസ് ഭായ്, അതൊന്നുമല്ല ചോദ്യം. ഇവിടുത്തെ ചോദ്യം 10 പേര്, 5 പേര് വരുവാണേ, 5 പേര് അള്ളാഹുവിന്റെ വചനം അനുസരിച്ച് തന്നെ ജീവിച്ചു, ആയത്തനുസരിച്ച് ജീവിച്ചു, അവർ തെറ്റ് ചെയ്തിട്ടില്ല. ഈ ബാക്കിയുള്ള 5 പേര് വ്യഭിചാരം ചെയ്ത് കള്ളത്തുറം ചെയ്താൽ ജീവിച്ചിരിക്കുന്നത്, അവർ മരിച്ചു. ഈ 10 പേര് അള്ളാഹുവിന് മുമ്പിൽ ചെന്നു. ആരെയാണ് അള്ളാഹു വിധിക്കുക? സാമാന്യമായ ഒരു സിമ്പിൾ ചോദ്യമല്ലേ, ആരെയാണ് അള്ളാഹു വിധിക്കുക നിങ്ങളുടെ വചനം അനുസരിച്ച്, ആയത്തനുസരിച്ച്? സോൾജറെ, ഇവിടെ ഇപ്പൊ എന്നെ നല്ലവനാക്കിയിട്ട് എഴുതിയതും അവൻ തെറ്റ് ചെയ്തവൻ തെറ്റ് ചെയ്യുമെന്ന് എഴുതിയതും അള്ളാഹു തന്നെയാണ്. അത് അള്ളാഹുവിന്റെ സർവ്വജ്ഞാനമാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നഹാസ് ഭായ്, ഇവിടെ ആരെ വിധിക്കുമെന്ന് ചോദിച്ചിട്ട് അള്ളാഹു ഒന്നും പറയുന്നില്ല. നല്ലത് ചെയ്തവരെ ആണോ തെറ്റ് ചെയ്തവരാണോ അള്ളാഹു വിധിക്കുക അള്ളാഹുവിന്റെ വചനം ആയത്തനുസരിച്ച്? അള്ളാഹുവിന് ചോദിക്കാനുള്ള വോയിസ് ഉണ്ട്. ഞാൻ നിനക്ക് ഉപദേശങ്ങൾ നഹാസ് ഭായ്, ഞാൻ അതൊന്നും ചോദിച്ചില്ല. നഹാസ് ഭായ്, എന്തിനാ നമ്മൾ അങ്ങോട്ട് പോകുന്നത്? ചോദ്യം ഇത്രേ ഉള്ളൂ, ആരെയാണ് അള്ളാഹു അവിടെ വിധിക്കുക? അള്ളാഹുവിന്റെ വചനം അനുസരിച്ച്, ആയത്തനുസരിച്ച് ആരെയാണ് വിധിക്കുക? തെറ്റ് ചെയ്തവരെയല്ലേ? വിധിക്ക് രണ്ടും, ഞാനും ന്യായവിധിയെ നേരിടണം, തെറ്റ് ചെയ്യാത്തവനും തെറ്റ് ചെയ്യുന്നവനൊക്കെ ന്യായവിധിയെ നേരിടണം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നഹാസ് പറയുന്ന 2 പേരെയും വിധിക്കും. ഇവരെ ആരെയാണ് ആർക്കാണ് അള്ളാഹു സ്വർഗം കൊടുക്കുക, ആർക്കാണ് നരകം കൊടുക്കുക എന്ന് പറയാമോ? ദൈവത്തിന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചവന് കൊടുക്കും സ്വർഗം. ഓക്കെ, ദൈവത്തിന്റെ ഉപദേശം അനുസരിക്കാതെ ജീവിച്ചവരെ നരകത്തിൽ വിടും, ശരിയല്ലേ? അതെ, വെരി ഗുഡ്. ഇനിയാണ് ബറൂസ് പറഞ്ഞ ഇവിടുത്തെ ഒരു പോയിന്റ് വരുന്നത്. ബറൂസ് പറഞ്ഞത്, ഈ അനുസരിക്കാതെ ജീവിച്ച വ്യക്തികൾ അവർ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അവർ വ്യഭിചാരം ചെയ്യും, മോഷണം ചെയ്യും, ഇന്നത് ചെയ്യുമെന്നൊക്കെ അള്ളാഹു അവിടെ വിധിച്ച് വെച്ചിരിക്കുക. അപ്പൊ ഇവിടുത്തെ ബറൂസ് ചോദിച്ച ചോദ്യം ഇതാണ്, ഈ 5 പേരെ അള്ളാഹു നമ്മുടെ റോബോട്ട് പോലെ പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഇവർ ഇത് ചെയ്തേ പറ്റൂ. അങ്ങനെ അവർ ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ പ്രോഗ്രാം അനുസരിച്ച്, വിധി അനുസരിച്ച് അവരത് ചെയ്തതിന് ഈ അള്ളാഹു അവരെ എന്തിനു ശിക്ഷിക്കുന്നു? ഇതാണ് ബറൂസ് ചോദിച്ച ചോദ്യം. ബറൂസ് ഭായ് അതാണോ ചോദിച്ചത്? ബറൂസിന്റെ ഒരു അത് തന്നെ ഞാൻ ചോദിച്ച ചോദ്യം. അതായത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, അള്ളാഹു നേരത്തെ ഒരു മിനിറ്റ് ബോയ് ബ്രദറെ, ഒരു മിനിറ്റ്, ഒരട്ടക്കാര അള്ളാഹു നേരത്തെ തന്നെ മനുഷ്യർക്ക് വിധിച്ചു വെച്ച കാര്യങ്ങളെ എങ്ങനെ മനുഷ്യന് മാറ്റാൻ കഴിയും? അല്ലെങ്കിൽ ഇപ്പൊ സോൾജർ ബ്രദർ ചോദിച്ച പോലെ ഈ 5 പേരെ എങ്ങനെ ശിക്ഷിക്കാൻ കഴിയും? കാരണം ഇത് അള്ളാഹു നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ളത്. അതെ. അപ്പൊ നഹാസുബായിക്ക് ചോദ്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഈ 5 പേരെ അള്ളാഹു വിധിച്ച് നരകത്തിലിട്ടു. ഈ അള്ളാഹു നീതിമാനാണോ? ചോദ്യം ഇതാണ്. ഇവരെന്ത് ചെയ്യണം എന്നുള്ളത് അള്ളാഹു നേരത്തെ ഫിക്സ് ചെയ്ത് വിധിച്ച് വെച്ചിരുന്നതാണ്. അള്ളാഹു വിധിച്ചതുപോലെ തന്നെയാണ് അവർ ജീവിച്ചത്. അവർ വ്യഭിചാരം ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞു, മോഷ്ടിക്കണമെന്ന് അള്ളാഹു പറഞ്ഞു, കൊല്ലണമെന്ന് അള്ളാഹു വിധിച്ചു. അത് ചെയ്ത് അവർ ജീവിച്ചു, മരിച്ചു. അവരെ എന്ത് നീതിയുടെ പേരിലാണ് അവരെ നരകത്തിലിടുക? കാരണം അത് അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹുവിനെ ധിക്കരിച്ചതിന്റെ പേരിൽ സിമ്പിൾ അല്ലേ ഉത്തരം? വലിച്ചത് അല്ല, ഞാൻ പറയട്ടെ, വലിച്ചു നീട്ടില്ല, ഞാൻ സൈലന്റ് അല്ല, ഒറ്റ സെക്കൻഡ്. അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ നടക്കുമല്ലേ, പ്രത്യക്ഷത്തിൽ അതിനെ ബ്രേക്ക് ചെയ്തിട്ടല്ലേ അവർ ജീവിച്ചത്. അതൊരു പോയിന്റ് അല്ലേ അള്ളാഹുവിന്റെ മുമ്പില്? ഓക്കെ, വെരി ഗുഡ്. അത് നല്ല പോയിന്റ് ആണ് കേട്ടോ ബറൂസ് ഭായ്, ബോബി ഭായ്, അത് നല്ല പോയിന്റ് ആണ്. എന്ന് സോൾജി ബ്രദർ പറഞ്ഞെടുത്ത് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ കിടക്കുക. അതായത് ഈ ഒരാള് 2 പേര് അത് കഴിഞ്ഞു. ഇവിടെ നഹാസ് പറയുന്നത് കറക്റ്റ് പോയിന്റ് ആണ്. ഇവരുടെ ദൈവം അള്ളാഹു 5 പേരുടെ കാര്യങ്ങൾ വിധിച്ച് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ബാക്കി 5 പേര് നല്ലത് ചെയ്ത് സ്വർഗത്തിൽ ചെല്ലുന്നു. ഈ വിധിച്ച് വെച്ചവരെയും അള്ളാഹു വിധിക്കുന്നവരെ നരകത്തിലിടുന്നു. അപ്പൊ നഹാസ് പറയുന്നത്, ഈ വിധിച്ച് വെച്ച അള്ളാഹു ഇത് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചിരുന്ന ആ വ്യക്തികൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചില്ല. അപ്പൊ ഒരു സമൂഹത്തിന് വേണ്ടി ഒരല്ലാഹു 2 കൽപ്പന ഇറക്കിയിരിക്കുകയാണ്. ഒന്ന്, എല്ലാവരും എന്ത് ചെയ്യണമെന്നുള്ളത് വിധിച്ചിരിക്കുന്നു. രണ്ടാമത് ഒരു കൽപ്പന ഇറക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ആയത്തിറക്കിയിരിക്കുന്നു. ഇത് അനുസരിക്കുന്നവരുടെ സ്വർഗത്തിലിടുന്നു, അനുസരിക്കാത്തവരെ നരകത്തിലിടുന്നു. അപ്പൊ ഈ വിധിച്ച് വെച്ചിരിക്കുന്ന ആ പോയിന്റ്, ആ ഒരു ആശയം അവിടെ പോയി നഹാസ് ഭായി. എന്ത് ചെയ്യണമെന്ന് അവനെ വിധിച്ചു വെച്ചിരിക്കുന്ന ആ പോയിന്റ് അവിടെ പോയി. അപ്പൊ ഇവരെ വിധിക്കുന്നത് നീതിമാനായ ഒരു ദൈവമാണോ? ന്യായമാണോ ഈ വിധി?
ഇതിനെ നഹാസ് എന്താ ഒരു അഡ്രസ് ചെയ്യാത്തത്? എനിക്ക് ഞാൻ പറയാവുന്നതിന്റെ പരിധി എന്താണ് പരിധി കഴിഞ്ഞു. സോൾജറെ, ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് സോൾജറെ. ദൈവത്തിന്റെ റിസൾട്ട്, നമ്മളെ കുറിച്ചിട്ടുള്ള റിസൾട്ട് അത് നമുക്ക് അജ്ഞാതമാണ്, നമുക്ക് അറിയത്തില്ല. നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തെ അനുസരിച്ച് ജീവിക്കാന്നാണ്. അതോടുകൂടി നമ്മുടെ ദൈവത്തിന്റെ ഭാഗത്തുള്ള റിസൾട്ട് നമ്മൾ തന്നെ തിരുത്തുകയാണ്. തിരുത്തുക മീൻസ് എന്താണ്, നമുക്ക് അറിയാവുന്ന രീതിയിലോട്ട് വരികയാണ്. ഒരു പാപിയില്ലാത്ത അല്ലെങ്കിൽ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടിയിട്ട് എഴുതുന്നതും എന്താണ് നമ്മുടെ റിസൾട്ടും പാപം ഇല്ലാത്തവനായിട്ട് മാറുകയാണ്. അത് മുൻകൂട്ടി. ഇപ്പൊ ഞാൻ ഒരു കാര്യം, ഒറ്റ സെക്കൻഡ് ഞാൻ ഒന്ന് രണ്ടോട്ടും ബ്ലിങ്ക് ചെയ്യുന്നത്. ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാര്യം, ഇത് അള്ളാഹു വിധിച്ചതിനെ മാറ്റിക്കളഞ്ഞല്ലോ അള്ളാഹു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയെ മാറ്റിക്കളഞ്ഞല്ലോ. ഇത് ആവർത്തിച്ചിരുന്നു അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഈ പുള്ളിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇസ്ലാമിൽ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള കാര്യം. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ അതിന് മനസ്സിലെന്ന് തോന്നുന്നു. ഇപ്പം നിങ്ങക്ക് ഈ രാജ്യങ്ങളുടെ ഡിഫൻസ് സിസ്റ്റം ഒരു ആക്രമണം നടത്താന്നിരിക്കട്ടെ, ഞാനൊരു എക്സാമ്പിൾ പറയും, ഇത് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറയും. ഇനി ഇതും കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാനൊരു രാജ്യത്തെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഞാനപ്പോ ഒരു മിസൈൽ ആ രാജ്യത്തേക്ക് ലോക്ക് ചെയ്യുക, ഞാൻ അതിന്റെ കോർഡിനേറ്റ് സെറ്റ് ചെയ്യുന്നു. ആ രാജ്യത്തിന്റെ, ഞാൻ ആക്രമിക്കാൻ പോകുന്ന രാജ്യത്തിന്റെ കോർഡിനേറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ ആ മിസൈലിലേക്ക് അതിന്റെ കോർഡിനേറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തും ലോക്ക് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. അതനുസരിച്ച് ലോക്ക് ചെയ്ത് ഞാൻ ഈ മിസൈൽ അങ്ങ് വിടുക. മിസൈൽ പോകുന്ന വഴിക്ക് ഞാൻ മിസൈലിനോട് പറയാം, എടാ നിനക്ക് ചോയ്സ് ഉണ്ട്, പൊട്ടണോ പൊട്ടാതിരിക്കണോ എന്നുള്ളത് നിന്റെ ചോയ്സ് ആണ്, അതായത് നീ നന്മയാണോ തിന്മയാണോ എന്നുള്ളത് നിന്റെ ചോയ്സ് ആണ് എന്ന് ആ മിസൈലിനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? കാരണം എന്നാ, ഇതിനെ സെറ്റ് ചെയ്ത് ആ രാജ്യത്തോട്ട് അയക്കുമ്പോഴേ ഞാൻ കോർഡിനേറ്റ്സ് സെറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് പറഞ്ഞാ വിടുന്നത്. അവിടെ ചെന്ന് പൊട്ടണം എന്നും പറഞ്ഞ് പറഞ്ഞാ വിടുന്നത് ഞാൻ ഈ സാധനം, അല്ലെങ്കിൽ ലോക്ക് ചെയ്താ വിടുന്നേ. അങ്ങനെ വിടുന്ന ഒരു സാധനത്തിനോട് ഞാൻ പറയാണ്, എടാ നീ പോയി പൊട്ടരുത്, പൊട്ടുന്നത് തിന്മയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇതുപോലെ തന്നെയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുള്ളത് നേരത്തെ തന്നെ വിധിച്ചു വെച്ചിരിക്കുകയാണ്. അവന്റെ മുമ്പിൽ എന്ത് ചോദിച്ചിട്ട് കൊടുത്തില്ല. അവൻ നന്മയാണോ തിന്മയാണോ എന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. ഇപ്പൊ ഇദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞു, 10 പേരെ, ജഷൻ ബ്രദർ ഒരു മിനിറ്റ് ഞാനിപ്പോ വരാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ ആ 5 പേരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തിക്കൂ. ആ തിന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു പറയുന്ന വിധിച്ച അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹിതപ്രകാരം ഞാൻ ജീവിച്ചില്ല. എന്നോട് വന്നിട്ട് അള്ളാഹു വന്നിട്ട് ഈ കാര്യം പറയുമ്പോൾ എനിക്ക് നേരെ മുഖത്ത് പറയാനുള്ളൂ, എന്നെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് ഒരു അർഹതയില്ല. കാരണം എന്നാ, എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നീ തന്നെ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുക. ഞാൻ തിന്മയാണെന്നുള്ളത് നീ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഞാൻ നരകത്തിൽ പോവാണെങ്കിൽ അതിന്റെ പങ്ക് നീയും ഉണ്ട്, നീയും പോരെന്ന് പറഞ്ഞു ഞാൻ അള്ളാഹുവിനെ വിളിച്ചോണ്ട് പോകും. കാരണം എന്നാ, ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം എന്ന് അള്ളാഹു നേരത്തെ തന്നെ എഴുതി വെച്ചിരിക്കുന്നതല്ല, അത് തന്നെ വിധിച്ചും വെച്ചിരിക്കുക. ഞാൻ അതേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് അള്ളാഹുവിന്റെ വിധി നിർണയത്തിൽ എഴുതി വെച്ചിരിക്കുകയും അത് എന്റെ ജീവിതത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ എനിക്ക് എന്തോ ചോയ്സ് വന്നിട്ട് എന്താ കാര്യം? ഞാൻ എന്ത് ചോയ്സ് ചെയ്യുന്ന എനിക്ക് അള്ളാഹു എന്ത് ചോയ്സ് തന്നാലും അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. എന്ത് മണ്ടത്തിലാണ് പറയുന്നത്? ബെറോസിന് അറിയാമോ അള്ളാഹു താങ്കളെ കുറിച്ചിട്ട് എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന്? ബെറോസ് അങ്ങ് തീരുമാനിക്കുകയാണ്. ഈ നന്മയെല്ലാം തിന്മ മൊത്തം ചെയ്ത് കൂട്ടിയിട്ട് പറയണം ഇതൊക്കെ ചെയ്തത് ദൈവം എന്നെ എഴുതി. അത് ഈ പുള്ളിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യാൻ? ഞാൻ വിട്ടുകൊടുത്തേ. നഹാസ് ബ്രദേഴ്സേ, നഹാസ് ഒരു മിനിറ്റ്, സത്യം പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു. ഞാൻ ആ സാറ്റലൈറ്റിന്റെ ഒരു ഡിഫൻസ് നെറ്റ്വർക്ക് ഞാൻ ചെയ്യുന്നതിന്റെ ഒരു ടാർഗറ്റ് ലോക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യാനാണ്? ഒറ്റ സെക്കൻഡ് ബ്രോസെ, ഞാൻ ചോദിക്കുന്നത് ബ്രോസിന് എന്തിനു സിനിമ ഉണ്ടായിരുന്നോ? അത് തന്നെ സംഭവം. എന്തിനു സിനിമയാ? ജെയിംസ് സാറ് മൈക്ക് എടുത്തായിരുന്നു. മൈക്ക് എടുത്തില്ലേ? ഞാനിത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. വളരെ ഭംഗിയായിട്ട് ബെറോസ് ബ്രദറും ബാക്കിയുള്ളവരും ഒക്കെ പ്രസന്റ് ചെയ്തു. പക്ഷേ നഹാസ് എന്തുകൊണ്ടോ സമ്മതിക്കുന്നില്ല. ഇതിന് ലോജിക്കില് ഇതൊരു ഫാലസിയാ. അതിന് കാറ്റഗറി മിസ്റ്റേക്ക് എന്ന് പറയും. കാറ്റഗറി മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് പറയുമ്പോൾ അതിനെതിരെ വേറൊരർത്ഥം കൊടുത്ത് വേറൊരു കാര്യം കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കാറ്റഗറി മിസ്റ്റേക്ക്. ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് പറയുക എന്നൊക്കെ സാധാരണ നമ്മൾ മലയാളത്തിൽ പറയും. ഇവിടെ നഹാസ് ആർഗ്യൂ ചെയ്യുന്നത് അള്ളാഹുവിന് ഫോർനോളജ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഒരുത്തും ചെയ്യേണ്ട ആവശ്യമില്ല, അവന് വേണേ ചെയ്യാതിരിക്കാം. പക്ഷേ ഖുറാൻ പറയുന്നത് അതല്ല നഹാസെ. ഖുറാൻ പറയുന്നത് ഫോർനോളജിനെ കുറിച്ചല്ല, പ്രീ ഡിറ്റർമിനേഷനെ കുറിച്ചാണ്. പ്രീ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനിച്ചുറച്ച് വിധിച്ച് വെച്ചിരിക്കുക. ഇപ്പോ സൗണ്ട് പോയല്ല, കട്ടായി പോയി ജെയിംസ് ഭായി.
ആ ടൈം ബോംബ് പൊട്ടുന്നതിന്റെ ഉത്തരവാദിത്വം 100% വെച്ചവനാ. ഈ ടൈം ബോംബിന് അത് അറിയാമോ ഇല്ലായിരുന്നോ എന്നുള്ളതൊന്നും വിഷയമല്ല. അത് പ്രീ ഡിറ്റർമിൻഡ് ആണ്. പ്രീ ഡിറ്റർമിനേഷനും ഫോർനോളജും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇത് ഫിലോസഫിയിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഫോർനോളജ് എന്ന് പറയുന്നത് മുന്നറിവ് മാത്രമാണ്. ഇപ്പൊ ഒരു ടീച്ചറിന് തൻ്റെ 30 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ആരൊക്കെ ഫസ്റ്റ് ക്ലാസ് മേടിക്കും, ആരൊക്കെ തോക്കുമെന്നുള്ളത് പ്രൊഫഷണൽ ഫോർനോളജ് ഉണ്ട്. അതായത് കുറെ കാലം അങ്ങോട്ട് പഠിപ്പിച്ചു കഴിയുമ്പോൾ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന ഒരു ഫോർനോളജ് ആണ് അത്. അത് സാധാരണഗതിയിൽ അതുപോലെ നടക്കും. പക്ഷേ ഈ ടീച്ചർ പ്രീ ഡിറ്റർമിൻ ചെയ്ത് അല്ലെങ്കിൽ വിധിച്ചു വെച്ചേക്കുക അല്ല, എടാ നീ തോക്കണം. അത് വ്യത്യസ്തമായ ഒരു കാറ്റഗറിയാണ്. അപ്പൊ ഫോർനോളജ് വെച്ച് പ്രീ ഡിറ്റർമിനേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല നഹാസ. ഇത് പലരും സാധാരണ ചെയ്യുന്ന ഒരു അപസിദ്ധാന്തം അല്ലെങ്കിൽ ഒരു ഫാലസിയാണ്. പക്ഷെ അതൊരു കാറ്റഗറി മിസ്റ്റേക്ക് ആണ്. ഖുറാനി പറഞ്ഞേക്കുന്നതും ബറൂസ് ബ്രദറും ഇവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതും ഒരു ഫോർനോളജ് അള്ളാഹുവിനുണ്ടെന്നുള്ളതിനെ കുറിച്ചല്ല, മറിച്ച് ഇത് ഡിറ്റർമിനിസ്റ്റിക് ആണ്. എല്ലാം ഡിറ്റർമിനിസ്റ്റിക്കാ, എല്ലാവരെയും ഡിറ്റർമിൻ ചെയ്ത് വെച്ചേക്കുകയാണ്. അത് നിങ്ങളുടെ തിയോളജിയുടെ ഒരു പ്രശ്നമാണ്. നിങ്ങളുടെ തിയോളജിയിൽ എഴുതി വെച്ചപ്പോൾ മാനുഷികമായിട്ട് ഈ അള്ളായെ ഒരു വലിയ ആളാക്കി എടുക്കാനായിട്ട് ഈ ലോകത്തിൽ ഒരു ഈച്ച അനങ്ങുന്നുണ്ടെങ്കിൽ അതുപോലും ഈ അള്ളയുടെ സർവശക്തന്റെ ഉദ്ദേശം കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനം കൊണ്ടാണ്, പ്രീ ഡിറ്റർമിൻഡ് ആണെന്ന് പറഞ്ഞു വയ്ക്കാനായിട്ട് ശ്രമിച്ചു. അത് മാനുഷികമായ ഒരു തിയോളജി ആയതുകൊണ്ടുള്ള ഒരു കുഴപ്പമാണ്. ഇനിയും ഒരാൾ വാദിക്കുക വേറൊരിടത്ത് ചെയ്യല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടുത്തെ പ്രീ ഡിറ്റർമിനേഷന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതൊരുമാതിരി ഒരു വട്ടാണ്. ഒരു വശത്ത് വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുകയും മറുവശത്ത് ഒരു ടൈം ബോംബ് സെറ്റ് ചെയ്യുന്നത് പോലെ ഒരാളെ വ്യഭിചാരം ചെയ്യാനായിട്ട് ട്യൂൺ ചെയ്ത് പ്രീ ഡിറ്റർമിൻ ചെയ്ത് പ്രീ പ്ലാൻ ചെയ്ത് പ്രോഗ്രാം ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഒരാള് എന്തോ ഒരു കുഴപ്പമുണ്ട്. അതിന് കോൺട്രഡിക്ഷൻ എന്നാണ് പറയുന്നത്, പാരഡോക്സിക്കലാണ്. സാധാരണഗതിയിൽ ബുദ്ധിയുള്ള ഒരാൾ അങ്ങനെ ചെയ്യത്തില്ല. ഒരാളെ പ്രീ ഡിറ്റർമിൻ ചെയ്ത് ട്യൂൺ ചെയ്ത്, അതായത് ഒരാള് ഒരു ടൈം ബോംബ് സെറ്റ് ചെയ്ത് വെച്ചേച്ച് വേറൊരിടത്ത് ഇയാൾ പ്രസംഗിക്കുക ടൈം ബോംബ് പൊട്ടുന്നത് കുഴപ്പമാണ്, അതുകൊണ്ട് ടൈം ബോംബുകൾ പൊട്ടരുത് എന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. അത് ആ ബുക്കിന്റെ വാലിഡിറ്റിയെ തന്നെ ചലഞ്ച് ചെയ്യുന്നതിന് തുല്യമാണ്. ഒരിടത്ത് വിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വ്യഭിചാരം ചെയ്യാനായിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അല്ലെ പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നുള്ള വാദം ലോജിക്കലി സസ്റ്റൈനബിൾ അല്ല. അപ്പൊ നഹാസ് വീണ്ടും വീണ്ടും ഇങ്ങനെ സർക്കുലറായിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്ന വാസ്തവത്തിൽ അർത്ഥശൂന്യമാണ്. അത് കേൾക്കുന്നവർക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ടായിരിക്കും. താങ്ക് യു. എനിക്കൊന്ന് പറയാൻ പറ്റുമോ? മെഹബൂബായി ഒരൊറ്റ ചോദ്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അപ്പോ പ്രത്യക്ഷത്തിൽ ഈ ദൈവത്തെ ധിക്കരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ ധിക്കരിക്കുന്നത് നമ്മുടെ സ്വന്തം ഫ്രീ വിൽ ഉപയോഗിച്ചിട്ടല്ലേ? ദൈവത്തെ ധിക്കരിക്കുകയും ചെയ്യാം, ദൈവം പറഞ്ഞത് അനുസരിക്കുകയും ചെയ്യാം. ഇതിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്താണ്? ദൈവം നിശ്ചയിച്ചുറപ്പിച്ചതാണോ? നിങ്ങൾക്ക് നിശ്ചയമില്ല, നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവകാശമില്ല. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നഹാസ് ബ്രദറെ ദയവ് ചെയ്തിട്ട് ഈ മോസും ആഡം അവര് തമ്മിലൊരു തല്ലുപിടുത്തുണ്ട്. മൂസയും ആഡം തല്ലുപിടിക്കുന്നുണ്ട്. അതൊന്ന് ദയവ് ചെയ്തിട്ട് വായിക്കൂ. മോസ ആദം രണ്ടുപേരും. സുനിൽ ബ്രദറെ, ഇത്രയും ഞാനും പറഞ്ഞിട്ടുള്ളൂ. അതായത് നമുക്ക് മാറ്റാം എന്ന് പ്രത്യക്ഷത്തിൽ നമുക്കിവിടെ യാഥാർത്ഥ്യമാണ്, അത് റിയാലിറ്റിയാണ്. അതായത് ദൈവത്തെ അനുസരിക്കുന്നതോടുകൂടി നമ്മൾ പാപമോചിതരാകും എന്നുള്ളൊരു അറിവ് നമുക്കുണ്ടെങ്കിൽ അത് ചെയ്ത് മുന്നോട്ട് പോവുക. ദൈവം എന്താണ് വിധിച്ചു വെച്ചിരിക്കുന്നതെന്നോ നമ്മൾ ചെയ്യുന്നതെന്നോ അത് നമുക്കറിയില്ല. ഈ എന്താണെന്ന് വെച്ചാൽ മുന്നറിവിനെ കുറിച്ചിട്ടോ മുൻ വിധിയെ കുറിച്ചിട്ടോ ദൈവത്തിന് ദൈവത്തിന് ആ ഒരു ജ്ഞാനമുണ്ടെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ തലച്ചോറിന് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞെന്താ, ദൈവം പറഞ്ഞത് ദൈവത്തെ അനുസരിച്ച് പോവുക എന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. ഒരു കാര്യം, അള്ളാഹു എല്ലാരെയും പ്രീ ഡിറ്റർമൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ള സംഭവം എന്താ താങ്കൾക്ക് പിടുത്തം കിട്ടി? ആദ്യം അത് പറ. അള്ളാഹു എല്ലാവരെയും പ്രീ ഡെസ്റ്റിനേഷൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് താങ്കൾക്ക് പിടുത്തം കിട്ടിയത്? അദ്ദേഹത്തിന് നമ്മൾ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഞാനും ബോബി ബ്രദറും ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മണ്ട കയറിയില്ലെന്ന് പറഞ്ഞാൽ
ബറോസ് ഒറ്റ ഒരു സെക്കൻഡ്, സെക്കൻഡ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ബറോസ് സെക്കൻഡ് ദൈവനിഷേധം നഹാസെ നടത്തിയിട്ട് അത് നഹാസെ ദൈവം എഴുതി വെച്ചതെന്ന് നഹാസെ വാദിക്കുകയാണ്. ഒരു സെക്കൻഡ് നഹാസിന് ജെയിംസ് സാറ് പറഞ്ഞ ആ പോയിന്റ് മനസ്സിലായോ? അതായത് ഫോർ നോളജും പ്രീ ഡിറ്റർമിനേഷനും തമ്മിലുള്ള ആ വാക്ക് ടേംസ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ബോബി, അത് മനസ്സിലായോണ്ടല്ലേ ഞാൻ പറയുന്നത്. ഇദ്ദേഹം ദൈവനിഷേധം നടത്തിയിട്ട് അതും ദൈവം എഴുതി വെച്ചതല്ലേ, ഞാൻ അങ്ങനെ ചെയ്താൽ അത് ദൈവം എഴുതി ഫോർ വെച്ചതല്ലേ എന്നുള്ളത് അങ്ങനെ ഒരു സാറ് ഫാലസി കൊണ്ടുവരുന്നത് ഇദ്ദേഹമല്ലേ? പറഞ്ഞൊരു ഉദാഹരണം കേട്ടോ. അത് ഇത്രേ ഉള്ളൂ. ഒരു ടീച്ചർ തന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു കുട്ടിയുടെ അവൻ എന്തായി തീരുമെന്ന് ഏകദേശം ആ ടീച്ചറിന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അവൻ ഇങ്ങനെ ആകാവൂ എന്ന് ആ ടീച്ചർ സെറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഈ പ്രീ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. മറ്റേത് ടീച്ചറിന്റെ ഒരു അറിവ് മാത്രമാണ്. നിങ്ങൾ പറയുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് ഈ ഫോർ നോളജ് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന് ഒരിക്കലും പ്രീ ഡിറ്റർമിനേഷൻ ചെയ്യാൻ ഒക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാക്കുകൊണ്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അള്ളാഹുവിന്റെ സർവ്വശക്തിയെ കുറിച്ചാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതാണ് ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ഒരു മിനിറ്റ് ഓക്കെ, നമുക്കത് വിട്ടെ. മെഹബൂബിനെ ഇപ്പൊ എടുക്കുകയല്ല. മെഹബൂബ് ഇപ്പൊ മൈക്ക് എടുക്കണ്ട. മെഹബൂബിനെ ഇപ്പൊ ഇവിടെ സംസാരിക്കാൻ പറ്റില്ല. എക്ക് ബ്രദറെ, നിങ്ങൾ സംസാരിച്ചു. നമുക്ക് ആ ടോപ്പിക് ഇവിടെ ക്ലോസ് ചെയ്യാം. നഹാസ് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ എനിക്കൊന്ന് പറഞ്ഞൂടെ? സംസാരിക്കണ്ട. നടത്തില്ലെന്ന് പറഞ്ഞില്ല. മെഹബൂബിന് അവസരം തരാം, ഇത് കഴിയട്ടെ. നഹാസിന്റെ കാര്യം വെയിറ്റ് ചെയ്യാം. മെഹബൂബിന് എന്തെങ്കിലും പറയണ്ടെങ്കിൽ കമന്റ് വന്നോട്ടെ. അല്ലല്ല, അങ്ങനെയാണ് പിന്നെ നഹാസ് ഇറക്കിയാറ്. വേണ്ട അത് വേണ്ട. നഹാസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു. നഹാസ് എക്കി ബ്രദറിനോട് ചോദിക്കാണ്ട് വന്നാണ്. അദ്ദേഹത്തിന്റെ സമയം നമ്മൾ കുറച്ചെടുത്താണ്. നഹാസ് ചോദിച്ചിട്ട് ഞാനിപ്പോ പോവാം മെഹബൂബായി. ഓക്കെ അല്ല നഹാസെ ആ ചോദ്യം ചോദിച്ചോളൂ. അതിനു മുമ്പ് ഇപ്പൊ ഈ നമ്മുടെ ഇവിടെ സഹോദരങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് താങ്കൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി താങ്കൾ അത് പിന്നീട് വായിച്ചാൽ മതി. ഒരു ഹദീസും കൂടെ ഉണ്ട്, അതും കൂടെ താങ്കൾ വായിക്കാം. ഇപ്പൊ നിങ്ങൾ സംസാരിച്ചു വന്ന കാര്യത്തിൽ ഞാനൊരു ഹദീസും കൂടെ വായിക്കാം. എന്തുകൊണ്ടാണ് ജെയിംസ് അച്ചായനും അതുപോലെ മറ്റ് സഹോദരങ്ങളും ഇത് പറഞ്ഞതെന്നും താങ്കളുടെ ക്വസ്റ്റ്യൻ വാലിഡ് ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ വാലിഡ് ആണെങ്കിലും താങ്കളുടെ തന്നെ സ്ക്രിപ്റ്റേഴ്സ് താങ്കൾക്കെതിരാണ്. അതാണ് പ്രശ്നം. ഞാൻ പറയാം. ഇത് സഹീഹ് മുസ്ലിം ബുക്ക് നമ്പർ 37 ഹദീസ് നമ്പർ 66-22. അത് താങ്കളൊന്ന് കേൾക്കുക. അബു ഹുറൈറ റിപ്പോർട്ടഡ് അല്ലാഹ്സ് മെസ്സഞ്ചർ ബ്രാക്കറ്റിൽ മേ പീസ് ബി അപ്പോൺ ഹിം ഹാവിംഗ് സെഡ് ബൈ ഹിം ഇൻ ഹുസ് ഹാൻഡ് ഈസ് മൈ ലൈഫ് ഇഫ് യു ആർ നോട്ട് ടു സിൻ. അതായത് നിങ്ങൾ പാപം ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹ് വുഡ് സ്വീപ് യു ഔട്ട് ഓഫ് എക്സിസ്റ്റൻസ്. അതായത് നിങ്ങളുടെ എക്സിസ്റ്റൻസിൽ നിന്ന് തന്നെ അള്ളാഹു നിങ്ങളെ പുറത്താക്കും. ആൻഡ് ഹി വുഡ് റീപ്ലേസ് യു. എന്നിട്ട് നിങ്ങളെ റീപ്ലേസ് ചെയ്യും. ആരെയും കൊണ്ട്? ആൻഡ് ഹി വുഡ് റീപ്ലേസ് യു by those who would commit sin and seek forgiveness from Allah and would have pardoned them. അതാണ് ജെയിംസ് അച്ചായൻ പറയുന്നത്. ഇതിപ്പോ അള്ളാഹുവിന് ഒരു ഫോർ നോളേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഹൗ യു ആർ ഡിസൈൻഡ്, വാട്ട് ആർ ഹൗ യു ആർ ഓർഡൈൻഡ്, അതാണ് വിഷയം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നഹാസ് ആദ്യം ചോദിച്ചതുപോലെ ഓക്കെ, അള്ളാഹു ഇത് വെളിപ്പെടുത്തിയിട്ടില്ലോ, അള്ളാഹുവിന് ഇങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ, നമ്മൾ പാപം ബ്രദറെ, നിങ്ങൾ പാപം ചെയ്യുന്നില്ലെങ്കിൽ എന്നല്ലേ പറഞ്ഞത്? അതെ, നിങ്ങൾ പാപം ചെയ്യണം എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. അല്ല, ഒറ്റ സെക്കൻഡ്, ഞാൻ ചോദ്യം അതാണ്. പാപം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ഒരുത്തനെ പാപിയാക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹുവിന് തീരുമാനിക്കാമല്ലോ ഒരുത്തന്റെ കാര്യത്തിൽ അവൻ പാപം ചെയ്യണമെങ്കിൽ. പിന്നെ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ പാപം ചെയ്തില്ലെങ്കിൽ എന്ന് ഒരു മനുഷ്യനോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹുവിന് എഴുതി വെച്ചിട്ട് അതുപോലെ പ്രവർത്തിപ്പിച്ചാൽ പോരെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഹദീസ് തെറ്റാണെന്നാണോ താങ്കൾ പറയുന്നത്? ഈ ഹദീസിൽ താങ്കൾ വിശ്വസിക്കുന്നില്ലെന്നാണോ പറയുന്നത്? ഈ ഹദീസിൽ പറയുന്നത് ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നില്ലെങ്കിൽ കേൾക്കൂ. ആക്ച്വലി നിങ്ങളുടെ തന്നെ പുസ്തകത്തിൽ നിന്നാണല്ലോ പറയുന്നത്, ഒരു വ്യക്തി അല്ലെങ്കിൽ ജനങ്ങൾ പാപം ചെയ്യുന്നില്ല. ജനങ്ങൾ എന്നുള്ളതല്ല, ഇഫ് യു വെർ നോട്ട്. അതിപ്പോ സിംഗുലർ ആയിട്ടാണോ പ്ലൂറൽ ആയിട്ടാണോ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഞാനിപ്പോ എന്തായാലും പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ പാപം ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹ് നിങ്ങളെ നിങ്ങളുടെ എക്സിസ്റ്റൻസിൽ നിന്ന് പുറത്താക്കുകയും നിങ്ങൾക്ക് പകരം പാപം ചെയ്യുന്നവരെ കൊണ്ടുവരികയും എന്നിട്ട് അവർ പാപക്ഷമ നേടുകയും അള്ളാഹു അവർക്ക് പാപം പുറത്തു കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ ആ വിഷയമായിട്ട് കണ്ടിന്യൂ ചെയ്യാനല്ല, പക്ഷെ എനിക്കറിയത്തില്ല, ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഈ ഹദീസ് നഹാസ് ഒന്ന് വായിച്ചു കൊടുക്കുമെന്ന് ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സഹീഹ് മുസ്ലിം ഹദീസ് നമ്പർ 66-22.
ഇത് കൂടാതെ അതിനകത്ത് ബ്രദറെ ഇത് കൂടാതെ ദയവ് ചെയ്തിട്ട് നഹാസ് സൂനൻ അബു ദാവൂദ് 4702 വായിക്കൂ. നമ്മളിപ്പോ ഈ 3/4 മണിക്കൂർ ഡിസ്കഷൻ ചെയ്ത സംഗതി, ഈ ഡിസ്കഷൻ ഈ നമ്മുടെ മൂസയും ആദം തമ്മിൽ നടന്നിട്ടുണ്ട്. ഈ സെയിം ഡിസ്കഷൻ മൂസയും ആദം തമ്മിൽ ഫൈറ്റ് നടന്നിട്ടുണ്ട്. അപ്പൊ ആ ഫൈറ്റ് ആണ് ഇപ്പൊ നമ്മൾ 45 മിനിറ്റ് നടത്തിയിരിക്കുന്നത്. അതിന്റെ ക്ലാരിറ്റിയാണ് ആദം മൂസേനെ തോപ്പിക്കുന്നത്. ആ ഫൈറ്റില് ആഡം മൂസേനെ തോപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് വായിച്ചാൽ മതി. സൂനൻ അബു ദാവൂദ് 4702. നമ്മളിപ്പോ നടത്തിയ ആർഗ്യുമെന്റ് അവിടെ സ്വർഗത്തില് മൂസയും ആദം നടന്നി അവര് തല്ലുപിടിച്ചു. ആ തല്ലുപിടുത്തത്തില് ആഡമാണ് ജയിച്ചത്, മൂസയല്ല. ശരി. ഒറ്റ സെക്കൻഡ് സുനിൽ ബ്രദറെ, ഇവിടെ പുനരുദ്ധാന നാളിൽ പറയും, ഓ സൺ ഓഫ് ആഡം, ആദമിന്റെ മകനെ അല്ലെങ്കിൽ ആദമിന്റെ സന്താനമേ, ഐ വാസ്. അപ്പൊ ഇവിടെ ഐ എന്ന് പറയുന്നത് അള്ളയാണ് പറയുന്നത്. അതുകൊണ്ട് ഐ വാസ് സിക്ക് എന്ന് പറയുമ്പോൾ അള്ള പറയുകയാണ്, ഞാൻ ബ്രദറെ ഒരു കോള് വരുന്നുണ്ട്, ഞാൻ ജോയിൻ ചെയ്യാം കേട്ടോ. ഒരു 10 സെക്കൻഡ്. ഓക്കെ. ബ്രദറെ ഞാൻ ആക്ച്വലി നിങ്ങൾ ആദ്യം വിളിച്ചപ്പോ ഈ പണിയുടെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് ഇട്ടേച്ച് ഇറങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ടായിരുന്നു ഒത്തിരി സോറി. ഓക്കെ, ഇറ്റ് വാസ് നൈസ് ഡിസ്കഷൻ. നമുക്കൊരു 3/4 മണിക്കൂർ നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് നമുക്കത് പെട്ടെന്ന് അദ്ദേഹത്തിന് കൊടുത്തോണ്ടൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാനും സുനിൽ ഡോക്ടറും ബറോസും ഒക്കെ ഒരുമിച്ച് പറഞ്ഞൊരു കാര്യം, പ്രീഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ എക്യു ബ്രദർ ഇങ്ങനെ ആകണം എന്നുള്ളത് ഒരു വിധിയാണ്. അത് സർവശക്തനായ ഒരു ദൈവത്തിന്റെ വിധി. ആ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയാൻ എക്യു ബ്രദറിന് കഴിയുന്നു എങ്കിൽ ദാറ്റ് മീൻസ് താങ്കൾ ആ സർവശക്തനേക്കാൾ മുകളിലാണ് എന്നുള്ളതല്ലേ? ഞാനങ്ങനെ മനസ്സിലാക്കി. അതെ, അതാണ് ജെയിംസ് അച്ചായൻ പറഞ്ഞ കാര്യം അതാണ്. ഇപ്പോ ഒരു ടീച്ചറെ സംബന്ധിച്ച് ബറോസും പറഞ്ഞ സെയിം തന്നെയാ, പക്ഷെ ബറോസിന്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള എക്സാമ്പിൾ ആയിരുന്നു. ജെയിംസ് അച്ചായൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇച്ചിരിയോടെ റെഗുലർ ലൈഫിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോണ്ടെക്സ്റ്റിലുള്ളതാണ്. ഇപ്പോ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 30-40 പിള്ളേരുള്ള ഒരു ക്ലാസ്സിലെ ഒരു ടീച്ചർക്ക് ആ പിള്ളേരുടെ സ്റ്റാറ്റസ് അറിയാം. അത് ആ ടീച്ചർക്ക് അറിയാന്നുള്ളത് ശരിയാണ്. ഇവൻ ഇങ്ങനെ പോയാൽ തോക്കും, അല്ലെങ്കിൽ ഇവൻ എക്സാം എഴുതിയാൽ തോക്കും എന്നുള്ളത് ആ ടീച്ചർക്ക് അറിയാം. പക്ഷെ ആ ടീച്ചർ ഡിറ്റർമൈൻ ചെയ്യാണ്, ഞാൻ ഇവനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോഴും ഫോർനോളജ് ദൈവത്തിനുണ്ട്. അപ്പൊ അതിനകത്തുമായിട്ട് കൺഫ്യൂസ് ആകേണ്ട കാര്യം നമുക്കില്ല. അതിപ്പോ അവര് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു ക്രൈസ്തവൻ പറഞ്ഞാലും അത് ഒരേ കാര്യമാണ്. പക്ഷേ ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ആ ഹദീസ് വായിച്ച് അവരെ കേൾപ്പിച്ചത്. ആരെങ്കിലും പാപം ചെയ്യുന്നില്ലെങ്കിൽ അവരെ റീപ്ലേസ് ചെയ്യും വിത്ത് പീപ്പിൾ ഹു സിൻ ആൻഡ് ആസ്ക് ഫോർഗിവ്നെസ്, ദെൻ അല്ലാഹ് വിൽ പാർഡൺ ഹിം. അതാണ് ഈ അള്ളാഹു പ്ലാൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ ഡിഡ് ഹി പ്ലാൻ ഈ മനുഷ്യ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് അള്ളാഹു എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, ബൈബിളിലെ ദൈവം എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ ബൈബിളിലെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന, ടു ടേക്ക് ദം ഔട്ട് ഓഫ് സിൻ ആണ്. എന്നാൽ അള്ളാഹു, നമ്മൾ ഈ ഹദീസുകൾ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹ് പുഷ് ദം ടു സിൻ. അതാണ് ഈ വ്യത്യാസം വരുന്നത്. അതാണ് ഇതാണ് നമ്മൾ ഈ സാൽവേഷന്റെ ഒക്കെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു വിഷയം മെയിൻ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ ഹദീസിൽ എന്താ എഴുതിയിരിക്കുന്നത്. ഇപ്പോ നമ്മുടെ നഹാസ് ബ്രദർ ചോദിച്ചോണ്ട് വന്ന്, ഓക്കെ അള്ളാഹു അങ്ങനെ, അള്ളാഹുവിന് അത് അറിയാം, പക്ഷെ നമ്മള് പാപം ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചുറച്ചാൽ പോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്താണ്? ഓക്കെ നഹാസോ ഞാനോ അതാ പറഞ്ഞ ഒരു ടീച്ചർ ഒരു സ്റ്റുഡന്റിനെ മനഃപൂർവ്വം തോൽപ്പിക്കാനായിട്ട് തീരുമാനം എടുക്കുന്നു. അപ്പൊ സ്റ്റുഡന്റിന് അറിയത്തില്ല ടീച്ചർ ഇവനെ തോൽപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഇവൻ എത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്താലും ടീച്ചർ വിചാരിച്ചിരിക്കുന്ന ഇവനെ തോൽപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഇവൻ എക്സാം എഴുതി കഴിഞ്ഞു.
എക്സാം എഴുതി കഴിഞ്ഞു. എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനെ തോൽപ്പിക്കുക എന്നുള്ള ടീച്ചറിന്റെ കയ്യിൽ മാത്രം ഇരിക്കുന്ന കാര്യമാണ്. അത് ചേഞ്ച് ചെയ്യാണ്ട് ഒരിക്കലും പറ്റില്ലല്ലോ. പറ്റുമോ? അതാ പറഞ്ഞേ. അതായത് ടീച്ചർ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുക, ഇവൻ നന്നായി എക്സൽ ചെയ്തു കഴിഞ്ഞാൽ ആ എക്സൽ ചെയ്തത് പോലും അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു പ്രതികാരം പോലെയാണ്. കാരണം ഞാൻ നിന്നെ തോൽപ്പിക്കാൻ ഇരിക്കും, അന്നേരമാണോ നീ നന്നായി പഠിക്കുന്നതെന്ന് പറഞ്ഞ പോലെയായി. അതായത് ഇപ്പൊ അള്ളാഹു പറയാണ്, പാപം ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ മാറ്റിയേച്ച് വേറെ ആളെ പാപം ചെയ്യുന്നവരെ കൊണ്ടുവരും, എന്നിട്ട് അവര് പാപക്ഷമ ചോദിക്കും, ഞാൻ അവർക്ക് പാപം പുറത്തു കൊടുക്കും. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന എന്റെ മുമ്പിലാണോ നീ പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ആയി പോകും. കാര്യം മനസ്സിലായോ ബോബി ബ്രദറെ? ഞാനേ എക്സാക്ട് ബ്രദേഴ്സ് ഒരു മിനിറ്റ്. ഇവിടെ സ്പീക്കർ പാനലിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ പറയുന്ന ഹദീസ് അവർ അറിയായിരിക്കും. താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ മൂസയും ആദം തമ്മിലുള്ള ആ തല്ലുപിടുത്തം ഞാൻ അതൊന്ന് വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ. മൂസ സെഡ്, മൈ ലോർഡ്, ഇത് ലാഹനോട് പറയണ മൈ ലോർഡ്. ഞാനത് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സൂനൻ അബു ദാവൂദ് 4702 4702 മൂസയും ആദം തമ്മിലുള്ള തല്ലുപിടുത്തം, അതാണ് ഹെഡിങ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ മൂസ സെഡ്, മൈ ലോർഡ് ഷോ അസ് ആദം ഹു കോസ്റ്റ് അസ് ആൻഡ് ഹിംസെൽഫ് ടു കം ഔട്ട് ഫ്രം പാരഡൈസ്. മൂസ ലാഹനോട് പറയാണ്, ദൈവമേ ലാഹെ, എനിക്ക് ആദമിനൊന്ന് കാണണം. ഈ പുള്ളിക്കാരനാണ്, ആദം കാരനാണ് നമ്മളെല്ലാവരും പാരദാസിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോയപ്പെട്ടത്. അപ്പൊ എന്തുണ്ടായി? സോ ലാഹ ഷോഡ് ആഡം. അപ്പൊ ലാഹ ആദമിന് കാണിച്ചു കൊടുത്തു. അപ്പൊ ആര് ചോദിച്ചു? മൂസ ചോദിച്ചു. ഹി ആസ്ഡ്, ആർ യു അവർ ഫാദർ ആദം? മൂസ ചോദിച്ചു, നിങ്ങൾ നമ്മളുടെ പിതാവാണോ എന്ന് ചോദിച്ചു. ആദം, ആർ യു ഫാദർ, നമ്മുടെ ഫാദർ ആണെന്ന് ചോദിച്ചു. അപ്പൊ ആദം പറഞ്ഞു യെസ്. അപ്പൊ മൂസ ചോദിച്ചു, ആർ യു ദ വൺ ഇൻ ടു ഹൂം അല്ലാഹ് ബ്രീത്hed ഓഫ് ദ സ്പിരിറ്റ് taught you all the names and commanded angels to prostrate before you and they prostrated to you? അപ്പൊ ആദം പറഞ്ഞു യെസ്. അപ്പൊ ചോദ്യങ്ങൾക്ക് യെസ്സാ പറയുന്നത്. ആദം അത് തന്നെയാണ്. ഈ പ്രോസ്ട്രേറ്റ്, ഈ ഏഞ്ചൽസിനോട് പ്രോസ്ട്രേറ്റ് ചെയ്തിട്ട് അതൊക്കെ ആദം തന്നെയാണ്, ആദം പറയണു. അപ്പൊ മൂസ ചോദിച്ചു ദെൻ, അപ്പൊ ഇതാണ് നാഹാസ് അറിയേണ്ട ഒരു സംഗതി. നമ്മളെല്ലാവരും ബിറ്റ്വീൻ ഡിവൈൻ ഡിക്രി, ബിറ്റ്വീൻ ഡെസ്റ്റിനി, ബിറ്റ്വീൻ ഫോർ നോളജ്, ഇതൊക്കെ ഇവിടെ എക്സ്പ്ലനേഷൻ വരികയാണ്. യെസ്. അപ്പൊ മൂസ ചോദിച്ചു, ദെൻ വാട്ട് മൂവ്ഡ് യു to cause us and yourself to come out from paradise? അപ്പൊ മൂസ ആദമിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് നമ്മളെ പാരദാസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു അവസ്ഥയാക്കി വെച്ചത്? അപ്പൊ ആഡം asked him, and who are you? He said, he asked, did you not find? അപ്പൊ ആൻസർ പറയാണ്, നമ്മുടെ ആദം ആൻസർ പറയാണ്, did you not find that was decreed in the book of records? ആദം മൂസനെ ചോദിക്കാണ്, നിങ്ങൾ ഈ കാര്യം ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഓൾറെഡി എഴുതി വെക്കപ്പെട്ട സംഗതിയാണ്, അത് നിങ്ങൾ കണ്ടില്ലേ? ബിഫോർ ഐ വാസ് ക്രിയേറ്റഡ്. അപ്പൊ ആദം മൂസനെ ചോദിക്കാണ്, ഈ ഡിക്രി, ഈ ഡെസ്റ്റിനി ഒക്കെ എഴുതിപ്പെട്ട സംഗതികള് നിങ്ങളത് കണ്ടില്ലേന്ന് എന്നെ പറ്റി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും മുമ്പ് ആദം മൂസനോട് ചോദിക്കും. ഹി റിപ്ലൈഡ് യെസ്. അപ്പൊ മൂസ പറയും യെസ്, ഞാനത് കണ്ടു, ആ ഡിക്രി കണ്ടു, ആ ഡെസ്റ്റിനി ബുക്ക് ഞാൻ കണ്ടു, അതിൽ എഴുതിപ്പെട്ടിട്ടുണ്ട് ദാറ്റ് ആദം ഇങ്ങനെ സിൻ ചെയ്യുന്നു. അപ്പം ആദം ചോദിക്കുകയാണ് മൂസയോട്, then why do you blame me about a thing for which divine decree had already passed before me? അപ്പൊ അബുൽ ഖാസിം പറയാണ്, so Adam got the better of Moses in the argument, peace be upon him. ഇത് സൂനൻ അബു ദാവൂദ് 4702. നമ്മൾ 1 മണിക്കൂർ ഇവിടെ ഏകദേശം വേസ്റ്റ് ചെയ്തു. വേസ്റ്റ് അല്ല, ഈ ആർഗ്യുമെന്റ് ഈ ആർഗ്യുമെന്റ് ഈസ് there is no need to argue, because ഇത് ആദം ക്ലിയർലി പറയാണ്, ഞാൻ പാരഡൈസിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ആ സംഗതി അത് ഓൾറെഡി എനിക്ക് വിധിച്ചപ്പെട്ടതാണ് 40 കൊല്ലം മുമ്പ്, എന്റെ ക്രിയേഷനെക്കാട്ടും മുമ്പ്. അപ്പൊ ആ വിധിച്ച സംഗതി അത് നടത്തേ പറ്റുമോ?
അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പാരഡൈസിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഇത് ആഡം മൂസയോട് പറഞ്ഞു. അങ്ങനെയാണ് മൂസ തോറ്റത് ഈ ഫൈറ്റില്. അപ്പൊ നഹാസ് ഇത് മാത്രം വായിച്ചാൽ മതി. എ ഡിവൈൻ ഡിക്രി, എ ഡെസ്റ്റിനി, ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്. യു മേ ഹാവ് ഫോർ നോളജ് ഓഫ് ഇറ്റ്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഇസ് ഡിസ്ക്രൈബ്ഡ് ഹിയർ. ഇവിടെ പറയുന്നത് എഴുതപ്പെട്ട സംഗതി ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. എങ്ങാനും മാറ്റം വരുത്താനുള്ള ശ്രമം, ഇപ്പം എക്കി ബ്രദർ പറഞ്ഞു, നമ്മൾ പാപം ചെയ്യാനായിട്ട് നമുക്ക് തോന്നിയില്ലെങ്കിൽ, ചെയ്തില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് മാറ്റിയിട്ട് പാപം ചെയ്യണ ആൾക്കാരെ കൊണ്ട് ഭൂമിയിൽ നർപ്പിക്കും. നമ്മൾ പാപം ചെയ്തില്ലെങ്കിൽ നമ്മളെ അവിടുന്ന് മാറ്റിയിട്ട് പാപം ചെയ്യണ ആൾക്കാരെ കൊണ്ട് ഭൂമിയിൽ നർപ്പിക്കും. ഓക്കെ ബ്രദേഴ്സ്. ഓക്കെ, ഞാൻ തിരിച്ച് നഹാസിലോട്ട് പോക്കോട്ടെ. കുഴപ്പമില്ല, നഹാസ് തിരിച്ചു വന്നല്ലോ. ഓക്കെ നഹാസ് കേൾക്കുന്നുണ്ടോ? നഹാസ് കേൾക്കുന്നുണ്ടോ? സംസാരിച്ചു. ഓക്കെ നഹാസെ, ആ ഹദീസിനകത്ത് ഞാൻ വായിച്ചത് ഇതായിരുന്നു. അള്ള പുനരുദ്ധാന നാളിൽ പറയും, ഞാൻ രോഗിയായിരുന്നു, നീ ഹദീസ് കിട്ടി ബ്രദറെ, ഞാനത് വായിച്ചു. ഓക്കെ, അടുത്തത് പറഞ്ഞോളൂ. ഞാൻ വായിച്ചു. ഓക്കെ, പറഞ്ഞോളൂ, അടുത്തത് പറഞ്ഞോളൂ. ഓക്കെ ഈ ഹദീസ് കിട്ടിയെങ്കിൽ ഇതിപ്പോ നമുക്കറിയാമല്ലോ, മുഹമ്മദ് ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-ാം നൂറ്റാണ്ടാണ്. അതിനുശേഷവും പിന്നെയും ഏകദേശം 200ഓളം വർഷങ്ങളുടെ ഒരു ഡിസ്റ്റൻസ് ഏകദേശം ഹദീസുകൾക്ക് കാണാൻ പറ്റും. അതോ അതിൽ കൂടുതലോ ആയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഒറിജിനൽ സോഴ്സ് ആണ് ഞാൻ പറഞ്ഞത്, ഇത് ഗോസ്പലിൽ കാണുന്നത്. അപ്പോ ഈ ഗോസ്പലിനെ എപ്പോഴും, അല്ലെങ്കിൽ ഇഞ്ചീലിനെ എപ്പോഴും മുഹമ്മദ് അഫേം ചെയ്യുന്നുണ്ട്, അത് ശരിയാണ്, അത് ശരിവെച്ചുകൊണ്ട് ഇറങ്ങിയതാണെന്നുള്ള ഖുറാൻ ആയത്തുകൾ താങ്കൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് ഇതിന്റെ ഒറിജിനൽ സോഴ്സിലേക്ക് ഞാന് അതൊരു ആക്ച്വലി റൈക്കറിന്റെ ഒരു കമന്റിനോടുള്ള മറുപടിയോടുള്ള ബന്ധത്തിലായിരുന്നു ഞാനത് പറഞ്ഞത്. എങ്കിലും താങ്കളും എടുക്കുക, താങ്കളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം അതിന്റെ 31 തൊട്ട് വായിക്കാം. ആദ്യം ഞങ്ങൾ 2 പാട്ടായിട്ടാണ് അത് വായിച്ചത്, എങ്കിലും 2 ഭാഗമായിട്ട് അത് വായിക്കാം. 25 ബൈബിൾ ഉണ്ടോ നഹാസ്? അല്ലെങ്കിൽ ഞാൻ വായിക്കാൻ വേണമെങ്കിൽ, ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഞാൻ വായിക്കാം. ബ്രദറെ, ഒരു പെട്ടെന്നൊരു ചെറിയൊരു രൂപത്തിലൊന്ന് പറഞ്ഞാൽ മതി ബ്രദറെ, എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞത്. മനസ്സിലായി. അപ്പൊ ഈ മത്തായി 25-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ഇത് യേശു പറയുകയാണ്, അന്ത്യനാളിൽ യേശു ന്യായം വിധിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. അപ്പോൾ 2 ഗ്രൂപ്പായിട്ട് തിരിക്കും. ഒന്ന് ധാർമ്മികതയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ സന്മാർഗത്തിൽ ജീവിക്കുന്നവരും, 2 പാപത്തിൽ ജീവിക്കുന്നവർ. രണ്ടുപേരെയും വേർതിരിക്കും. എന്നിട്ട് ഒരു ഗ്രൂപ്പുകാരോട് പറയും, ഞാൻ രോഗിയായിരുന്നു, ഞാൻ വിശപ്പനുഭവിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു, കുടിപ്പാൻ തന്നു, നിങ്ങൾ എന്നെ വന്ന് വിസിറ്റ് ചെയ്തു. അന്നേരം ഇവര് ചോദിക്കുന്നുണ്ട്, കർത്താവെ, ഞങ്ങൾ എപ്പോഴാണ് നിന്നെ അങ്ങനെ കണ്ടത്? അന്നേരം യേശു പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തത് എനിക്ക് ചെയ്തതാണ് എന്ന് പറയുന്നു. ഓക്കെ, അതിനുശേഷം പിന്നെ മറ്റേ സമൂഹത്തോട്, ഈ കുകർമ്മം ചെയ്ത് ജീവിച്ചവരോട് പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, ഇതേ സെയിം കാര്യം തന്നെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല, വസ്ത്രം തന്നില്ല, അതല്ലെങ്കിൽ നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഇവരും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എപ്പോഴാണ് നിന്നെ നിർവസ്ത്രനായി കണ്ടത്? എപ്പോഴാണ് നിന്നെ വിശപ്പ് അനുഭവിച്ചു കണ്ടത്, ദാഹിക്കുന്നത് കണ്ടത് എന്ന് പറഞ്ഞു. അന്നേരം യേശു പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുത്തൻ നിങ്ങൾ ചെയ്യാതിരുന്നത് എനിക്കാണ് നിങ്ങൾ ചെയ്യാതിരുന്നത്. അപ്പോ ഇവിടെ യേശുവാണ് ഇവിടെ വിധികർത്താവ്. ഓക്കെ, ഈ പാസേജിൽ, ഈ മാത്യു ചാപ്റ്റർ 25 ഞാൻ ഈ പറയുന്ന ഭാഗത്ത് യേശുവാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അതേ കാര്യം തന്നെ ആ സ്റ്റോറി മുഹമ്മദ്, ഞാൻ ഡെഫിനറ്റ്ലി വിശ്വസിക്കുന്നു ക്രൈസ്തവരിൽ നിന്ന് ഇദ്ദേഹം ഈ സ്റ്റോറി കേട്ടിട്ടുണ്ട്. ആ സ്റ്റോറി പിന്നീട് ഖുറേശികൾക്ക് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ യേശു എന്നുള്ള സ്ഥാനത്ത്, അല്ലെങ്കിൽ സൺ ഓഫ് മാൻ, ഇപ്പൊ 31-ാമത്തെ വാക്യത്തിൽ നഹാസ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ യേശുവിന്റെ വാക്കുകളിൽ ദ സൺ ഓഫ് മാൻ, ഓക്കെ, അത് യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു ടൈറ്റിലാണ് അത്. ഓക്കെ, ആ ഭാഗത്ത് മുഹമ്മദ് പറയുന്നത് അള്ളാഹു എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ റീപ്ലേസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇപ്പോ യേശു എന്ന് പറയുന്നതോ
അല്ലെങ്കിൽ ഇപ്പൊ മുസ്ലിങ്ങൾ അള്ളാഹു എന്നുള്ള ശബ്ദത്തെ ദൈവമായി പ്രയോഗിക്കുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ താങ്കളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ നോക്കുകയാണ്. അത് ഇതാണ്, അള്ളാഹു ദൈവം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പ്രയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ഹദീസിൽ യേശു എന്ന സ്ഥാനത്ത് അള്ളാഹ് എന്നുള്ള റീപ്ലേസ്മെന്റ് വന്നതുകൊണ്ട് ക്രൈസ്തവരെ സംബന്ധിച്ച് അതിനൊരു പ്രോബ്ലം അല്ല. ഇറ്റ്സ് ദ സെയിം തിങ്. ഞങ്ങളെ സംബന്ധിച്ച് അത് സെയിം തിങ് ആണ്. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് അബദ്ധത്തിൽ ചാടി. കാരണം ഇതിന്റെ ഒറിജിനൽ സ്റ്റോറിയിൽ ആരാണ് ന്യായം വിധിക്കുന്നത്? ആരാണ് ഇത് പറയുന്നത്? യേശുവാണ് ഇത് പറയുന്നത്. പക്ഷെ അത് കേട്ട് മുഹമ്മദ് പറഞ്ഞപ്പോഴത്തേക്കും ഇതാരാണ് പറയുന്നത്? യേശു അല്ല പറയുന്നത്, അല്ലെങ്കിൽ ഈസയല്ല ഇത് പറയുന്നത്, ഇത് അള്ളാഹു ആണ് പറയുന്നത്. നഹാസിന് കാര്യം പിടികിട്ടുന്നുണ്ടോ? അപ്പോ ഈ ഹദീസ് അനുസരിച്ച് ഇതിന്റെ ഒറിജിനൽ സോഴ്സും ഈ ഹദീസും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഞങ്ങൾ വരുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ട്, അള്ളാഹ് ഈസ് ഈക്വൽ ടു ഈസ. അതായിരുന്നു എന്റെ പോയിന്റ്. ഓക്കെ ബ്രദറെ, ഈ ഖുർആന്റെ 5:75 കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിശ്ചയമായും അള്ളാഹു തന്നെയാണ് മറിയമിന്റെ മകൻ മസീഹ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വസിച്ചിരിക്കുന്നു. അതായത് മുഹമ്മദ് നബിക്ക് അങ്ങനെ ഒരു അബദ്ധം വരേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ മുഹമ്മദ് നബി പഠിപ്പിക്കുന്നതിന്റെ എന്താണ് ഒരു വിദൂര അർത്ഥം പോലും താങ്കളുടെ വിശ്വാസമായിട്ട് വരുന്നില്ല. ഈസാ നബിയാണ് അള്ളാഹു എന്നുള്ള രീതിയിൽ വരുന്നില്ല. അത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അത് കൃത്യമായിട്ട് പഠിപ്പിച്ച കാര്യമാണ്. വചനത്തിലൂടെ, ഖുർആനിക വചനത്തിലൂടെ ഈസാ നബിയെ പഠിപ്പിച്ചതാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ പറ്റി പഠിപ്പിച്ചതാണ്. ഓക്കെ, അതുകൊണ്ട് താങ്കൾ പറയുന്ന ഒരു അർത്ഥം, അതിന്റെ ആ ഒരു അർത്ഥത്തിൽ അതിന്റെ ഒരു ലാഞ്ചന പോലും ഈ ഒരു വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. പിന്നെ യേശു ക്രിസ്തു എന്താ പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ സ്വയമേ ഒന്നും സംസാരിക്കുന്നില്ല എന്നാ. ഞാൻ സ്വയമേ സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്നും ഇന്നത് സംസാരിക്കണം എന്ന കൽപ്പന തന്നിരിക്കുന്നു. യോഹന്നാന്റെ 12:49 പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്കിത് എങ്ങനെ പറയും യേശുക്രിസ്തു പറഞ്ഞതാണ്? യേശുക്രിസ്തുവിനെ പിതാവ്, അതായത് പിതാവായ ദൈവം, ഈസാ നബി ദൈവത്തിന്റെ വചനവുമായി ഇസ്രായേലി ജനങ്ങൾക്കിടയിലേക്ക് ചെന്നു സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനൊപ്പം ഇതും പഠിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതിന്റെ പ്രോബ്ലം പറഞ്ഞുതരാം നഹാസെ. ഇതിന്റെ പ്രോബ്ലം പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറയുന്നതോ നഹാസ് പറയുന്നതോ നമ്മുടെ അഭിപ്രായങ്ങളല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് റൈറ്റിംഗ്സിലുള്ളത്. ഇപ്പൊ നിങ്ങളുടെ ഹദീസുകളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? 2, നിങ്ങളുടെ ഖുറാനിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? 3, ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഓക്കെ, അപ്പോ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതോ ഞാൻ എന്റെ വിശ്വാസം എന്താണെന്നോ ഇതൊന്നും ഒരു വിഷയമല്ല ബ്രദർ. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറയട്ടെ. ഒറ്റ സെക്കൻഡ്, ഞാൻ പെട്ടെന്ന് വരാൻ നോക്കാം. പറ്റുവാണെങ്കിൽ ഒന്ന് തിരിച്ചു വിളിച്ചാൽ മതി. പിന്നീട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ്, ഞാൻ 5 മിനിറ്റ് കൂടെ എടുക്കത്തുള്ളൂ. എനിക്കും ബിസിയാ ആക്ച്വലി. ഓക്കെ, ശരി. എന്നാ നമുക്ക് ഞാൻ പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല ബ്രദറെ. വെയിറ്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ വന്നിട്ട് സംസാരിക്കാം. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അപ്പോഴത്തേക്ക് മറ്റുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യം പറയാണ്. ഓക്കെ, ഈ മുസ്ലിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മളുടെ പിതാവ് പുത്ര പരിശുദ്ധാത്മ വിശ്വാസത്തെക്കുറിച്ച്, ത്രിയേക ദൈവം എന്നുള്ള കൺസെപ്റ്റിനെ ഇവര് ശക്തമായി എതിർക്കുന്ന ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ ഹദീസുകളിൽ എഴുതിയിരിക്കുന്നത്? 2, ഇവരുടെ ഖുറാനിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? 3, ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അപ്പൊ ഈ ഹദീസുകളിൽ വായിച്ച ഈ ഭാഗം നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് പറ്റും. എന്നിട്ട് ഖുറാൻ പറയുന്നത് ഇഞ്ചിയില് ശരിയാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോ ഖുറാൻ ഇതെല്ലാം നമുക്കൊരു മുസ്ലിം കണ്ണുകളിലൂടെ കണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഖുറാൻ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇഞ്ചിയിൽ ശരിവെച്ചുകൊണ്ടാണ് ഈ പുസ്തകം ഇറങ്ങിയത് എന്ന് പറയുമ്പോൾ ഇഞ്ചിയിലിൽ എന്ത് കാണുന്നുവോ അത് ശരിയാണെന്ന് കണ്ണടച്ച് വിശ്വസിക്കാനുള്ള ബാധ്യത ഒരു മുസ്ലിമിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് ഈ ഹദീസിൽ എഴുതിയിരിക്കുന്ന ഈ ഭാഗവും ഇഞ്ചീലിൽ എഴുതിയിരിക്കുന്ന ഈ 2 ഭാഗവും തമ്മിൽ കമ്പയർ ചെയ്ത് ഇവരുടെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ അവരെന്ത് വിശ്വസിക്കുന്നു, ഞാൻ എന്ത് വിശ്വസിക്കുന്നു, ഇതല്ല നമ്മുടെ ചർച്ചാ വിഷയം. എനിവേ, ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അദ്ദേഹം വരുന്നത് വരെ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാനും നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അദ്ദേഹത്തോടൊന്ന് പറയാൻ വേണ്ടി.
വരുമെന്ന് ചിന്തിക്കുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ അല്ലായിരുന്നോ? നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ആ വിഷയത്തില്? എല്ലാവരും ഒരുപോലെ നിശബ്ദരായി കേട്ടേക്ക് ബ്രദറെ. കേട്ടു. ഞാന് ആ, ഞാനല്ല ഈ ഹനീഫയും വേറെ ആളും കൂടെ ഈ ചാവിയുടെ വിഷയം പറയുമല്ലോ, ഒളിപ്പിച്ചു വെച്ച്, ചാവി ഒളിപ്പിച്ചു വെച്ച്. ഈ അവസ്ഥയാണ് നവാസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതെ. ഇവരുടെ ഒരു വിഷയം പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇപ്പൊ ക്രൈസ്തവ വീക്ഷണത്തിൽ ദൈവം എല്ലാം മുൻ അറിയുന്നവനാണ്. ഇനി മുൻ നിർണയം എന്നുള്ള കൺസെപ്റ്റും ബൈബിളിലുണ്ട്. ഓക്കെ, നമുക്ക് അതിന്റെ ആഴങ്ങളിലോട്ട് നമുക്ക് ഒത്തിരി പോകാനായിട്ട് ഒരു 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 ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കറിയാം, ഈവൻ ഈ കാൽവിനിസവും അർമേനിയസും ഒക്കെ ഈ ഒരു വിഷയത്തിൽ പലപ്പോഴും വാദപ്രതിവാദങ്ങൾ നടക്കുന്നത് ഒരു ഹെയർ ലൈൻ ഡിഫറൻസ് മാത്രമേ പലപ്പോഴും നമുക്ക് കാണത്തുള്ളൂ. പക്ഷെ ആ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. ഈവൻ ക്രൈസ്തവ വീക്ഷണത്തിൽ നിന്ന് പോലും പലരും പറഞ്ഞു വരുമ്പോ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ഞാൻ പറയുന്നില്ല, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാം. അപ്പൊ ഞാൻ അങ്ങനെ ഒരു വിധികർത്താവിന്റെ രൂപത്തിൽ കടന്നു നിന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല, നമ്മൾ മനസ്സിലാക്കി വെച്ചതിന്റെ വ്യത്യസ്തത. അപ്പോ ഇവരെ സംബന്ധിച്ച് ബൈബിളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോ നമ്മുടെ ജെയിംസ് അച്ചായൻ പറഞ്ഞതുപോലെ തിയോളജിക്കൽ പോയിന്റിൽ നമ്മൾ കാണുമ്പോൾ ഇത് തികച്ചും വ്യത്യസ്തമാണ്. നമ്മളെ സംബന്ധിച്ച് ദൈവം ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ പാപം ചെയ്യരുത്, ഒന്നത്. രണ്ട്, പാപം ചെയ്ത മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. മറിച്ച് ഇസ്ലാം വീക്ഷണത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം സ്ക്രിപ്ചറിൽ അവിടെ ഇവിടെയും പാപം ക്ഷമിച്ചു തരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ പുറകില് നോക്കുമ്പോ ഒരു പ്രശ്നം വെച്ചാല്, പാപം ചെയ്തില്ലെങ്കിൽ ഞാൻ എങ്ങനെയാ ക്ഷമിച്ചു തരുന്നേ? അതുകൊണ്ട് നീ പാപം ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി നീ പാപം ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ മാറ്റി വെച്ച് പാപം ചെയ്യുന്ന ആളെ ഞാൻ കൊണ്ടുവരും, എന്നിട്ട് അവൻ പാപം ചെയ്യും, എന്നിട്ട് ഞാൻ പാപം ക്ഷമിക്കും. അപ്പൊ ക്രെഡിറ്റ് എനിക്ക്. അതിന് ക്രെഡിറ്റ് അള്ളാഹുവിന് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ ആ അള്ളാഹുവിന്റെ ആ ഒരു താല്പര്യം നോക്കിയേ. മനുഷ്യൻ പാപം ചെയ്യരുത് എന്നുള്ളതല്ല, പാപം ചെയ്ത് എന്നോട് ക്ഷമ ചോദിക്കണം, അപ്പൊ ഞാൻ ക്ഷമിച്ചു കൊടുക്കും. നമ്മളിപ്പോ ചില ഈ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ പറയത്തില്ലേ? ഹലോ ഹലോ, കണ്ട് തിരിച്ചു വന്നോ? ഓ, ദാഹസ് ബ്രദർ തിരിച്ചു വന്നോ? സോറി, ഞാൻ കണ്ടില്ല കേട്ടോ, എന്റെ സ്ക്രീനിൽ കാണുന്നില്ലായിരുന്നു. ഓക്കെ, സോറി. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വരുമ്പോഴേ ഇത്രയും പറഞ്ഞു വന്നപ്പോഴ് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഈ പാപം എന്താണ്, ഇസ്ലാമിക പറയുന്ന പാപം എന്താണെന്നും കൂടെ ഒന്ന് വെളിപ്പെടുത്തി തന്നാൽ, നിങ്ങളുടെ ചർച്ചയിൽ വെളിപ്പെടുത്തിയാൽ നമുക്കത് പഠിക്കാൻ കഴിയും. ഞാൻ ഇത്രയും കാലം പാപം എന്താണെന്ന് ചോദിച്ചിട്ട് ഒരാൾ പോലും പറയുന്നില്ല. പാപം എന്താണ്? ഇസ്ലാമിക പാപം അത് വേറൊരു വിഷയമായി മാറും. ഇപ്പൊ എന്തായാലും ഞാൻ ഈ ഹദീസിന്റെ കാര്യം പറഞ്ഞു വന്നതിനകത്ത് ഞാൻ ജസ്റ്റ് നഹാസിനോട് പറയാം. അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട്, എനിക്കുമുണ്ട്. അത് നമുക്ക് സംസാരിക്കാം കേട്ടോ. ഞാൻ ഒറ്റയടിക്ക് അത് സ്റ്റോപ്പ് ചെയ്യല്ല, എങ്കിൽ ഈ വിഷയം അല്ലാത്തതുകൊണ്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നഹാസ് ബ്രദറെ, ഇതിനകത്ത് താങ്കളുടെ വിശ്വാസം എന്താണെന്നോ എന്റെ വിശ്വാസം എന്താണെന്നോ ഇതൊന്നും അല്ല വിഷയം. 3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ഹദീസ് വിശ്വസിക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു, സഹീഹായിട്ടുള്ള ഹദീസുകൾ എടുക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2, ഖുറാനിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. 3, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ബൈബിള് അല്ലെങ്കിൽ ഇഞ്ചീല്. ഇതിനകത്ത് കാര്യങ്ങളാണ് ഇവിടെ പ്രസക്തമായിട്ട് നമ്മൾ നോക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഹദീസുകളിൽ ഒരു സ്റ്റോറി നമ്മൾ കാണുന്നു, ആ സ്റ്റോറിക്ക് ബൈബിളിൽ കാണുന്ന സ്റ്റോറിയുമായിട്ട് നല്ല ഒരു പാരലൽ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോ ഡെഫിനറ്റ്ലി എല്ലാ മുസ്ലിമിനും അറിയാം, എല്ലാ ക്രൈസ്തവർക്കും അറിയാം, ബൈബിളിൽ കാണുന്ന സ്റ്റോറിയാണ് അതിന്റെ ഒറിജിനൽ, അല്ലെങ്കിൽ ആദ്യം രേഖപ്പെടുത്തപ്പെട്ടത് മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന ആ സ്റ്റോറിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുറാൻ
മുസ്ലിങ്ങളോട് പറയുന്നുണ്ട് ഇഞ്ചീലിൽ എന്ത് എഴുതിയിട്ടുണ്ടോ അത് ശരിയാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇഞ്ചീലിൽ എന്ത് എഴുതിയിട്ടുണ്ടോ അത് കണ്ണടച്ച് വിശ്വസിക്കുക എന്നുള്ളത് ഖുറാൻ നിങ്ങളോട് അനുശാസിക്കുന്ന കാര്യമാണ്. നിങ്ങളത് വിശ്വസിക്കുന്നു. നഹാസ് അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ചോദ്യമല്ല. പക്ഷെ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇഞ്ചീലിൽ എന്ത് എഴുതിയിട്ടുണ്ടോ അത് ശരിയാണ് എന്ന് ഖുറാനിൽ മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ ഹദീസ് ഖുറാനിൽ ഈ കാണുന്ന ഹദീസും മത്തായിയുടെ സുവിശേഷത്തിൽ ഇതേ പാരലൽ ആയിട്ട് കാണുന്ന ഒരു സ്റ്റോറിയും, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നമ്മൾ വായിക്കുമ്പോൾ ഖുറാൻ നിങ്ങളോട് പറയുന്നത് ഇഞ്ചീലിൽ എഴുതിയിരിക്കുന്ന കാര്യം വിശ്വസിക്കാനാണ്. ഇഞ്ചീലിനെതിരാണ് വേറെ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നതെങ്കിൽ അത് തെറ്റാണ്, ഇഞ്ചീല് ശരിയാണ്. ഇതാണ് ബ്രദറെ ഖുറാന്റെ അടിസ്ഥാനത്തിൽ എന്റെ വാദം. എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. എക്യു ബ്രദറെ, ഇപ്പോ എന്താ നമ്മുടെ ക്രിസ്ത്യൻ വിമർശകരുടെയൊക്കെ പ്രധാന വിമർശനം, അതായത് യേശുക്രിസ്തുവിന് മുൻപ് തന്നെ യേശുക്രിസ്തു ഉപദേശിച്ചു എന്ന് പറയുന്ന വലിയ ഉപദേശങ്ങളൊക്കെ ബുദ്ധന്റെ ഉപദേശമായിട്ട് വന്നിട്ടുണ്ട്, ജനങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബുദ്ധമതവും ക്രിസ്ത്യാനിറ്റിയും, ബുദ്ധമതം ഒരിക്കലും ക്രിസ്ത്യാനിറ്റിയും മെൻഷൻ ചെയ്തിട്ടില്ല, തിരിച്ചും അങ്ങനെ മെൻഷൻ ചെയ്തിട്ട് പോയിട്ടില്ല. പക്ഷെ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈസാ നബിയുടെ കാര്യവും മൂസാ നബിയുടെ കാര്യവും അബ്രഹാമിന്റെ കാര്യം അടക്കം പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആദ്യകാല തൊട്ട്, അതായത് ആദ്യം മനുഷ്യൻ തൊട്ടുള്ള സകല പ്രവാചകന്മാരെയും സത്യപ്പെടുത്തിയിട്ട് അവരിലൂടെ പ്രബോധനം നടത്തിയെന്ന് അംഗീകരിച്ചുകൊണ്ട് ഒരു ഒളിച്ചു കടത്തലും ഇല്ലാതെ കൃത്യമായിട്ടും തുറന്നു പറഞ്ഞുകൊണ്ട് അവരുടെ ഉപദേശം ഇങ്ങനെയായിരുന്നു, അവരുടെ ജീവിതം ഇങ്ങനെയായിരുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തലും കൂടെ നടത്തിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആരോപിക്കാനുള്ള വകയൊന്നും നൽകാതെ എല്ലാം തുറന്ന് സമ്മതിച്ചിട്ട്, അല്ലെങ്കിൽ ഒരേ ദൈവത്തിൽ നിന്ന് വന്നതാണ്, സത്യേക ദൈവത്തിൽ നിന്ന് വന്ന മനുഷ്യന്മാരാണ് അവരെല്ലാം ഉപദേശിച്ചിരുന്നു എന്നുള്ള ഒരു ചരിത്രം ബോധ്യപ്പെടുത്തിയിട്ടാണ് ഖുർആൻ അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കോപ്പിയടി അല്ലെങ്കിൽ ഇത് വരാനുള്ള കാരണം എന്താണ്, ഇഞ്ചീലിനെ സത്യപ്പെടുത്തിയിട്ടുണ്ടോ, ഇഞ്ചീൽ എന്താണെന്നുള്ളത് വേറൊരു ചർച്ചയാണ് ബ്രദറെ. നമ്മളിപ്പോ ആ ഇഞ്ചീൽ എടുത്താൽ അത് ഈസാ നബിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കൊടുത്ത സുവിശേഷമാണ്. ഇഞ്ചീൽ എന്ന് പറഞ്ഞ സുവിശേഷം, ഇവാഞ്ചലി എന്ന് പറഞ്ഞിട്ടാണ് ഉള്ള ആ ഒരു വാക്കിൽ നിന്നാണെന്ന് തോന്നുന്നു. താങ്കൾ പറയുന്നതെല്ലാം ഖുറാൻ എതിരാണ്. താങ്കൾ പറയുന്നത് ഖുറാൻ എതിരാണ് പറയുന്നത്. നമുക്ക് ടൈമില്ലല്ലോ ബ്രദറെ, അത് വേറെ വിഷയമാണ്. സമയം കഴിഞ്ഞു, ടൈം ഈസ് ഓവർ. അത് വേറെ വിഷയമാണ്. പെട്ടെന്ന് നിർത്താൻ വേണ്ടിട്ട് അല്ല ബ്രദറെ, താങ്കൾ ഖുറാൻ എതിരെ പറയുന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത് അല്ല, ഒറ്റ സെക്കൻഡ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ഒളിച്ചു കടത്തലെന്നോ കോപ്പിയടിയെന്നോ പറയേണ്ട കാര്യമില്ല. ഇതെല്ലാം ഖുറാൻ തന്നെ വെളിപ്പെടുത്തിയതാണ്. ഇവിടെ ഒരു അവകാശവാദമില്ല. ആദം തൊട്ടുള്ള സകല പ്രവാചകന്മാരെയും അംഗീകരിക്കാനും വിശ്വസിക്കാനും ഒക്കെ പറയുന്നുണ്ട്. ഇവരെല്ലാം സത്യേക ദൈവത്തിൽ നിന്ന് പ്രബോധനം ലഭിച്ച മനുഷ്യരാണെന്ന് പറയുന്നുണ്ട്. ആരെയും തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോ ഇവിടെ ഒരു ഒളിച്ചു കടത്തലുമില്ല, ഒരു കോപ്പിയടിയും ഇല്ല. അതായത് റൈറ്റർക്ക് അതിൻ്റെ കോപ്പി റൈറ്റ് കൊടുത്തിട്ട് തന്നെയാണ് വചനത്തിലൂടെ വചനം കൊണ്ടുവരുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത്. അത് ഒരു പ്രശ്നമായിട്ട് മുസ്ലിം കാണുന്നുമില്ല. ആരോപണമുള്ളവര് ഇതുപോലെയുള്ള, നിങ്ങൾ ആദ്യം ഇതുപോലെ ബുദ്ധമതവും ക്രിസ്ത്യാനിറ്റിയും എന്താണ് ബന്ധം, അല്ലെങ്കിൽ അവരുടെ ആരോപണങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് മറുപടി, ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക ബ്രദറെ. ഇതിപ്പോ എല്ലാം തുറന്നു സംബന്ധിച്ച് ഇസ്ലാമിനെ കുറ്റം പറയുന്നതിന് നിങ്ങൾക്ക് നേരെ വരണം. ഓക്കെ. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ വിഷയം അതല്ലായിരുന്നല്ലോ. നമ്മുടെ വിഷയം ഹദീസും അതേ സ്റ്റോറി മത്തായിയുടെ സുവിശേഷം 25-ൽ കാണുന്ന ഇതും ആയിരുന്നല്ലോ. താങ്കൾ അതിനകത്തോട്ട് വരൂ നഹാസ് ബ്രദർ. നമ്മൾ ബുദ്ധിസവും അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലോട്ട് നമ്മളിപ്പോ എന്തിനാ പോകുന്നത്? അതുപോലെ തന്നെ ഞാനത് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈസാ നബിയെ പറ്റിയിട്ട് ഖുറാനിൽ പറയുന്നുണ്ട്, ആ ചരിത്രം പറയുന്നുണ്ട്, സത്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ പിന്നെ ഈസാ നബിയിലൂടെ അള്ളാഹു കൊടുത്ത വചനം തന്നെയാണ് എന്ന് മുസ്ലിങ്ങൾക്ക് സമ്മതിക്കാൻ ഒരു പ്രശ്നമില്ല. ഈസാ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വന്ന അരുളപ്പാടാണ്. അത് യേശുക്രിസ്തുവിനെ ദൈവമാക്കുകയല്ല, ദൈവത്തിൽ നിന്ന് യേശുക്രിസ്തു സംസാരിച്ചതാണ്. ദൈവം പറഞ്ഞു കൊടുത്തത് യേശുക്രിസ്തു സംസാരിച്ചെന്നാണ് യേശുക്രിസ്തു പോലും യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. 23:49 ഞാൻ വചനം ഉദ്ധരിച്ച് പറയുന്നുണ്ട്. അതൊരിക്കലും യേശുവിന്റെ വേറെ ഭാഗത്തോട്ടൊന്നും പോകണ്ട. നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ ഉറച്ചു നിൽക്കാം. ഈ ഹദീസുകളിൽ വായിക്കുന്ന സ്റ്റോറിയിൽ ആർക്കാണ് വിശന്നത്, ആർക്കാണ് ദാഹിച്ചത്, ആരായിരുന്നു പ്രിസണിൽ, ഇത് ആരാണ് അവിടെ എന്ന് പറയുന്ന ആ വ്യക്തി, അല്ലെങ്കിൽ
അവിടെ ആ വ്യക്തി ആരാണ്, ആ സബ്ജക്റ്റ് ആരാണ്? അതെ, ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹുവിനെ, അതായത് ദൈവത്തെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള ദൈവങ്ങളായിട്ട്, അതായത് എന്താണ് ഓക്കെ, ദുരിതങ്ങൾ ഗുഡ് ഗുഡ്. ദുരിതങ്ങൾ അല്ല, അത് അനുഭവിക്കുന്ന മതി ഒരിടത്തോട്ട് മതി പോകാം. മതി മതി ബ്രദറെ, കുഴപ്പമില്ല, നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ ഹദീസുകളില് അവിടെ അള്ളാഹു ആണ് വ്യക്തി, ശരിയല്ലേ? ഇനി അതെ, ഓക്കെ, താങ്ക് യു. ഇനി മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ 31 തൊട്ട് വരുമ്പോൾ അവിടെ ആർക്കാണ്, അവിടെ ആരാണ് ആ സബ്ജക്റ്റ് ആയിട്ട് കാണുന്നത്? ഈ ഐ എന്ന് പറയുന്നത് ആരാണ്? അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് ആരാണ്? എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു എന്ന് പറയുന്ന ആ ഞാൻ ആരാണ്? ഈ ബൈബിളിൽ ആരാണ്? ബ്രദറെ, ഇതാണ് പ്രശ്നം പ്ലീസ് വരുന്നത്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ, ഖുറാനിൽ പ്ലീസ്. തന്നെ അല്ല, പൂർണ്ണമാണ്. ഒറ്റ നോ 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 സെക്കൻഡ്, നോ 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 ഖുറാൻ അല്ല, ഖുറാനിൽ തന്നെ നിങ്ങൾ പൂർണ്ണമാണ്. അല്ല, ഒറ്റ സെക്കൻഡ് ബ്രദറെ, നിങ്ങൾ ഒറ്റ ഒഴിവാക്കല്ലേ, ഒറ്റ എന്റെ ചോദ്യത്തെ ഒഴിവാക്കല്ലേ, എന്റെ ചോദ്യത്തെ ഒരു ഒഴിവാക്കല്ലേ. ചോദ്യത്തിന് ഒഴിവാക്കുന്നില്ല. അതിന് ബൈബിളിൽ തന്നെ ഉത്തരവുണ്ടല്ലോ. ബൈബിളിൽ ഈ പ്ലീസ്, വചനം വന്നിട്ടുണ്ടെങ്കിൽ ആ ബൈബിള് എനിക്ക് എന്താണ് ആ ദൈവത്തിന്റെ ബൈബിൾ, വചനം ഒരു എനിക്കതാണ് മനുഷ്യന്റേതാക്കി വേണ്ടത്. മാറ്റിയിട്ടുണ്ടെങ്കിൽ ബ്രദറെ, എനിക്കതാണ് വേണ്ടത്. എനിക്ക് ബൈബിളിലുള്ള ആ ഉത്തരമാണ് വേണ്ടത്. മത്തായിയുടെ അതിന് സുവിശേഷം ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. 25-ാമത്തെ യോഹന്നാന്റെ അധ്യായത്തിൽ, സുവിശേഷത്തിൽ പ്ലീസ്, യോഹന്നാന്റെ വേറെ എവിടെയും സുവിശേഷത്തിൽ പോകണ്ട. നമ്മൾ പറയുന്നുണ്ട്, അല്ല, കൃത്യമായിട്ട് നമ്മൾ വേറെ യേശുക്രിസ്തു എവിടെയും പറയുന്നുണ്ട് പോകുന്നില്ല ബ്രദറെ, നമ്മൾ വേറെ എവിടെയും പോകുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ വാക്യം മുതൽ പറയുന്ന ആ ഒരു പാസേജില് അവിടുത്തെ ഞാൻ ആരാണ്? താങ്കൾ പറയൂ. അത് വായിച്ചോളൂ, താങ്കൾക്ക് അത് ക്ലിയർ അല്ലെങ്കിൽ വായിച്ചോളൂ. താങ്കൾക്ക് വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ വേണമെങ്കിൽ വായിച്ച് കേൾപ്പിക്കാം. എന്നിട്ട് താങ്കൾ അത് കേട്ടിട്ട് അവിടെ ആരാണെന്ന് പറഞ്ഞാലും മതി. താങ്കൾക്ക് വായിക്കാൻ ഡ്യൂട്ടിയിലാണ്, ബൈബിൾ കയ്യിലില്ലെങ്കിൽ ഞാൻ താങ്കളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. വായിച്ച് ഹെൽപ്പ് ചെയ്യാം. വേണോ? ബ്രദറെ, എനിക്കിപ്പോ വായിക്കാൻ ഒരു സാഹചര്യമില്ല. ഞാൻ വായിച്ച് ഇനി കേൾപ്പിക്കാം. ടൈം ഞാൻ വായിച്ച് സ്പെൻഡ് കേൾപ്പിക്കാം, ചെയ്യാനുള്ള കുഴപ്പമില്ല. ടൈമില്ല ബ്രദറെ. ഒറ്റ സെക്കൻഡ്, ഞാൻ നമുക്ക് നാളെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം ബ്രദർ. 10 മണിക്ക് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കൂടാം. അതിനു മുൻപ് ഞാനൊരു വചനം വെച്ചായിരുന്നു, അത് ഞാൻ യേശുക്രിസ്തു വൈകിട്ട് പറഞ്ഞ റൂം ഇടാം. സത്യം തന്നെയാണോ എന്നും കൂടെ ഒന്ന് ഞാൻ പറയണം. വൈകിട്ട് യോഹന്നാന്റെ സുവിശേഷം പറഞ്ഞാൽ മതി. ഞാൻ നമ്മള് കേൾക്കാം ബ്രദറെ. ഓക്കെ, ഓക്കെ ഇല്ല, എനിക്ക് ഞാൻ ഒട്ടും സംസാരിക്കാനുള്ള ടൈം. നോ പ്രോബ്ലം. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതുപോലെ ഇന്ന് വൈകിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇരിക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ താങ്കൾക്ക് വേണ്ടി പറയുകയാണ്. ഹദീസുകളില് ഇവിടെ ഞാൻ എന്ന് പറയുന്നത് അള്ളാഹു ആണ്. എന്നാൽ ബൈബിളില് ഞാൻ എന്ന് പറയുന്നത്, അത് ആരംഭിക്കുന്നത് തന്നെ മനുഷ്യപുത്രൻ ഞാൻ താങ്കൾക്ക് വേണ്ടിയാണ് വായിക്കുന്നത്. സംസാരിക്കാൻ പറ്റില്ലെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളോട് തന്റെ വലത്തു ഭാഗത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കി കൊള്ളുവിൻ. അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് ഒരു സൈഡ് നോട്ട് പോലെ കാണിക്കുകയാണ്. ഇവിടെ പിതാവിനെയും പുത്രനെയും കാണാനും പറ്റും. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഈ മനുഷ്യപുത്രൻ എന്നുള്ളതും പിതാവ് എന്നുള്ളതും ജസ്റ്റ് താങ്കൾക്ക് കേൾക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. ബൈബിളിന്റെ വീക്ഷണത്തില് യേശു ദൈവപുത്രനാണ്, അത് താങ്കൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കി കൊള്ളുവിൻ. ഇനിയാണ് നമ്മൾ ഹദീസിൽ വായിച്ച ആ സ്റ്റോറിയുടെ ഒരു ഭാഗം കിടക്കുന്നത്. അതിതാണ്, എനിക്ക് വിശക്കുന്നു. ഹദീസിലാണ് ഒരു ഭാഗം ഉള്ളത്, ഇവിടെ 2 ഭാഗമുണ്ട്. എന്നാൽ ഈ സിമിലാരിറ്റി കാണുന്നത് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. അപ്പൊ എന്റെ പിതാവിനാൽ, ആ പറയുന്ന വ്യക്തിയാണ് എനിക്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യപുത്രൻ. ഓക്കെ, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണ്മാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു?
ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നരായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ട് തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തോടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു. ഈ ഭാഗം മുതലാണ് നമ്മൾ ഹദീസിൽ ശരിക്കും കാണുന്നത്. ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ ഹദീസിൽ കാണാനായിട്ട് പറ്റുന്നത്. എനിവേ, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്തു. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളെല്ലാം എനിക്ക് ആകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളും. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. അപ്പോ താങ്കൾക്കറിയാമല്ലോ, ഈ വചനം മുഹമ്മദിന്റെ കാലത്ത് ക്രൈസ്തവരുടെ കയ്യിലുണ്ട്. ഇത് ക്രൈസ്തവരിൽ നിന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ട്. ആ പൂർണ്ണമായോ അല്ലെങ്കിൽ ശകലങ്ങളായോ കേട്ട ആ കഥ അദ്ദേഹം ഖുറൈശികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നത്, മുഹമ്മദ് ഇപ്രകാരം പറയുന്നതായി ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നും പറഞ്ഞ് അള്ളാഹു ഇന്നതുപോലെ ദാഹിച്ചു വിശന്നു ആ കാര്യം പറഞ്ഞ് ഈ ഒരു സ്റ്റോറിയുടെ ഒരു ശകലം കാണാനായിട്ട് പറ്റുന്നത്. എന്നാൽ ഒരുപക്ഷെ ഖുറൈശികൾക്ക് അറിയത്തില്ലായിരുന്നു ഈ സ്റ്റോറിയുടെ ഒരു പൂർണ്ണ രൂപം ബൈബിളിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ കയ്യിലുള്ള ഇഞ്ചീലിൽ ഇതിന്റെ പൂർണ്ണ രൂപം ഉണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ഖുറൈശികൾക്ക് അറിയത്തില്ല. ചിലപ്പോ മുഹമ്മദിനും അറിയത്തില്ല ഇതിനൊരു വിസ്താരമായിട്ടൊരു പൂർണ്ണ രൂപം ഉണ്ടെന്ന്. ഇദ്ദേഹം ഒരുപക്ഷെ വായിച്ചതായിരിക്കത്തില്ല, ക്രൈസ്തവർ ഒരുപക്ഷെ പറഞ്ഞു കേട്ടതായിരിക്കാം. പറഞ്ഞത് കേട്ട് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇദ്ദേഹത്തിന് ഓർമ്മ വന്നത്. അല്ലെങ്കിൽ ഇത് ഏത് സാഹചര്യത്തിലാണ് മുഹമ്മദ് ഈ കേൾക്കുന്നവരോട് പറഞ്ഞത് എന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ അതിന്റെ ഒരു പകുതി ഭാഗം മാത്രം പറയേണ്ട ഒരു ആവശ്യം ഉള്ളായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഈ അബൂ ഹുറൈറ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മുഹമ്മദ് മൊത്തം പറഞ്ഞത് അദ്ദേഹത്തിന് മറന്നുപോയതാണോ? ഡീറ്റെയിൽ നമുക്കറിയത്തില്ല. എനിവേ, ഒരു കാര്യം ഇതാണ്, ഈ ഒരു ഹദീസിന്റെ പൂർണ്ണ രൂപം അത് ബൈബിളിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് പോയിന്റ് നമ്പർ 1. ഇനി പോയിന്റ് നമ്പർ 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുറാനിൽ മുസ്ലിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇഞ്ചീലിൽ പറയുന്നത് എന്താണോ അത് ശരിയാണ്. അങ്ങനെ ഇരിക്കെ ഹദീസിലും ഇഞ്ചീലിലും കാണുന്ന സ്റ്റോറി ഒന്നിൽ നിന്നൊന്ന് വ്യത്യസ്തമായി കാണുന്നുവെങ്കിൽ മുസ്ലിങ്ങളുടെ ബാധ്യത ബൈബിളിൽ പറയുന്നത് വിശ്വസിക്കാനാണ്. നഹാസ് വിശ്വസിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ എന്റെ ലോജിക്ക് താങ്കളുടെ മുമ്പാകെ അവതരിപ്പിച്ചു. ഇത് എന്താ പറയുന്നത്, ഈ ഹദീസ് നിങ്ങൾക്ക് എടുത്ത് വായിക്കാം, ബൈബിൾ നിങ്ങൾക്ക് എടുത്ത് വായിക്കാം, ഞാൻ പറയുന്ന ഖുർആൻ ആയത്തുകൾ നിങ്ങൾക്ക് എടുത്ത് വായിക്കാം. ഇതെല്ലാം നിങ്ങളുടെ മുമ്പാകെ ഡിസ്പ്ലേ ഉണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി സ്വീകരിക്കണോ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. നമുക്ക് റീസണിങ് ചെയ്യാം. നമ്മൾ ഇതെല്ലാം ഹെൽത്തി ഡിബേറ്റ്സ് അല്ലേ നടത്തുന്നത്, നമ്മളല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനും ആക്ച്വലി ഒന്ന് പുറത്തിറങ്ങുമല്ല, വർക്കിലോട്ട് മൂവ് ആവുക. താങ്കളും വർക്കിലാണെന്ന് ചിന്തിക്കുന്നു. വൈകിട്ട് കണ്ടിന്യൂസ് നമുക്ക് ഈ വിഷയത്തിൽ തന്നെ സംസാരിക്കണമെങ്കിൽ പിന്നീട് ഒരിക്കൽ നമുക്ക് സംസാരിക്കാം. നഹാസ് ബ്രദറെ, ഒരിക്കൽ കൂടെ താങ്കൾക്ക് നന്ദി, എല്ലാവർക്കും നന്ദി. താങ്ക് യു.